കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ തുടർന്ന് കുറച്ചു കാര്യങ്ങളിൽ എത്തിക്കാൻ സമയമെടുക്കാൻ ഉപയോഗിച്ചിലേക്ക് പറയുന്നില്ല. 6-ാമത്തെ അധ്യായം മുതൽ 18-ാമത്തെ അധ്യായം വരെ ദൈവസഭയെ കുറിച്ച് യാതൊരു പരാമർശവും വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നില്ല. 6-ാമത്തെ അധ്യായം മുതൽ 18-ാമത്തെ അധ്യായം വരെ ദൈവസഭ അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സഭയെ കുറിച്ചുള്ള പരാമർശം ഉണ്ടാകുമായിരുന്നു. എന്നാൽ സഭയെ കുറിച്ച് യാതൊരു പരാമർശവും ഈ ഭാഗത്ത് കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അന്ന് സഭ ഭൂമിയിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. സ്തോത്രം, ദൈവത്തിന്റെ വലിയ സ്തോത്രം. അതുകൊണ്ട് സഭ ഭൂമിയിലില്ല, സഭ കർത്താവിന്റെ സ്ഥലത്തേക്ക് ചേർക്കപ്പെട്ടു. അത് നമുക്കറിയാമല്ലോ. 4-ാമത്തെ 1-ാമത്തെ വാക്യത്തിൽ അനന്തരം സ്വർഗത്തിൽ വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ശബ്ദം കേട്ടു, ഇവിടെ കയറി വരിക എന്നുള്ള ആ ശബ്ദം സ്തോത്രം ദൈവസഭയെ കർത്തൃസ്ഥലത്തിലേക്ക് ചേർക്കുന്നതിന്റെ ആ പ്രത്യേക സമയമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സഭ കർത്താവിന്റെ സ്ഥലത്തിലേക്ക് ചേർക്കപ്പെട്ട് കഴിഞ്ഞതുകൊണ്ടാണ് ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളിൽ സഭയെ നമ്മൾ കാണാത്തത്. പിന്നെ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ പീഡന കാലമാണ് എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ഇനി സഭ പീഡന കാലത്തിൽ കൂടി കടന്നു പോകുന്നില്ല. 7 മുദ്രകൾ പൊട്ടിക്കുന്നു, 7 കാഹളങ്ങൾ ഊതുന്നു, 7 ക്രോധകലശങ്ങൾ ഊറ്റുന്നു. ഈ 3 സംഭവ പരമ്പരകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇത് 3 നടക്കുമ്പോൾ വലിയ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദൈവത്തിന്റെ ന്യായവിധിയും ഭൂമിയുടെ മേൽ മനുഷ്യവർഗത്തിന്റെ മേൽ ചൊരിയുന്ന സമയമാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായല്ലോ. അതിനെ മഹാപീഡാകാലം എന്ന് തന്നെ നമുക്ക് വിളിക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. പീഡനകാലത്തിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഇന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞു നിർത്തിയത്. മഹാപീഡനകാലത്തിൽ സഭയ്ക്ക് പങ്കില്ല എന്നുള്ളതിന് ചില തെളിവുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. സ്തോത്രം. ക്രിസ്തീയ കഷ്ടതയും പീഡനകാല കഷ്ടതയും 2 ആണെന്നും, ക്രിസ്തീയ കഷ്ടതയുടെ ഫലം എന്താണെന്നും, ക്രിസ്തീയ കഷ്ടത എന്താണെന്നും, പീഡനകാല കഷ്ടത എന്താണെന്നും അതിന്റെ ഫലം എന്താണെന്നുള്ളത് നമ്മുടെ ക്ലാസ്സിൽ ചിന്തിക്കുകയുണ്ടായത്. ക്രിസ്തീയ കഷ്ടത എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളുടെ പങ്കാളിത്തമാണ്. നമ്മൾ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകുന്നതാണ്. ഇനി ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. പിന്നെ ഈ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകുന്നത് വലിയ പ്രതിഫലങ്ങൾക്ക് കാരണമാകുന്നു. പിന്നെ ക്രിസ്തീയ കഷ്ടങ്ങൾക്ക് പങ്കാളിയാകുന്നത് നമ്മുടെ ആത്മീയ ഉന്നമനത്തിന് ക്രിസ്താനുരൂപരാകുന്നതിന് ഉപാധിയാകുന്നു എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ ചിന്തിക്കുകയുണ്ടായി. അതാണ് കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നെന്ന് പറഞ്ഞ് കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. സ്തോത്രം. അപ്പോൾ കഷ്ടത എന്ത് ചെയ്യുകയാണ്? നമ്മൾ സിദ്ധത ഉളവാക്കിയ, സഹിഷ്ണുത ഉളവാക്കിയ, അത് ക്രിസ്താനുരൂപരായി രൂപപ്പെടുന്നതിന്, ഒരുക്കപ്പെടുന്നതിന് ദൈവം നിയമിച്ചിരിക്കുന്ന ഉപാധികളിൽ ഒന്നാണ് ക്രിസ്തീയ കഷ്ടത എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തോന്നുകയല്ലോ. സ്തോത്രം. അത് ദൈവം അനുവദിച്ചാൽ ഇനികളെ നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. മാത്രമല്ല കൂടുതൽ നമ്മൾ കാണുകയുണ്ടായി. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് അവന്റെ അവന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി ഞാനെന്റെ ജനത്തിൽ പൂരിപ്പിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. അപ്പോൾ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവുണ്ടോ അത് ഞാൻ വിശദീകരിച്ചതിന്റെ ഓർമ്മയിലുണ്ടല്ലോ. സ്തോത്രം. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവൊന്നുമില്ല. പിന്നെ അതായത് രക്ഷാ പദ്ധതി ഒരുക്കുന്നതിന് എന്തൊക്കെ കഷ്ടങ്ങൾ സഹിക്കേണ്ടിയിരുന്നുവോ അത് 100% എന്നെ കർത്താവ് സഹിച്ചു. സ്തോത്രം. അതാ പിന്നെ നമ്മൾ കഷ്ടങ്ങളാൽ തികഞ്ഞവനായിരുന്നു. സ്തോത്രം. കഷ്ടങ്ങളാൽ തികഞ്ഞവനായെന്ന് പറഞ്ഞാൽ എബ്രാഹിമിപ്പോൾ പഠിച്ച് മറക്കരുത്. കഷ്ടങ്ങളാൽ തികഞ്ഞവനായി എന്ന് പറയുമ്പോൾ ഈ കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങൾ കൊണ്ട് കർത്താവിന് എന്തെങ്കിലും മെച്ചമുണ്ടായി എന്നല്ല അതിന്റെ അർത്ഥം. കാരണം കർത്താവ് എന്തെങ്കിലും നിലയിൽ മെച്ചപ്പെടുവാൻ പഴുതുള്ളതുപോലെ കർത്താവിന്റെ ആളത്വത്തിൽ എന്തെങ്കിലും ഒരു കുറവില്ല. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. കഷ്ടങ്ങളാൽ തികഞ്ഞവനായി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ഒരു ഇഷ്ടമാണ്. കർത്താവ് കഷ്ടങ്ങളാൽ തികഞ്ഞവനായി എന്ന് പറയുമ്പോൾ
ആ കഷ്ടങ്ങൾ കർത്താവിൽ എന്തെങ്കിലും മെച്ചമായ അനുഭവം ഉളവാക്കി എന്നല്ല അതിന്റെ അർത്ഥം. അത് പുരോഗതിന് വളരെ വ്യക്തമാണ്. ഒന്നുകൂടെ പറയാം. അതായത് കർത്താവ് പൂർണ്ണ മനുഷ്യരും പൂർണ്ണ ദൈവവുമാണ്. പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു നിർവചനം പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്നു സങ്കല്പിക്കാം. വക്കോളം നിറച്ചു. പിന്നെ അരത്തുള്ളി അത് വീണ അരത്തുള്ളി ഒരു ആ പെർഫെക്ഷൻ, ആ അവസ്ഥയാണ് പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അല്പമെങ്കിലും അതോട് ചേർക്കാൻ പഴുതില്ലാതെ വരണം തികവുള്ളത്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും അതിനോട് ചേർക്കുവാൻ പഴുത ഇല്ലാതെ വരണം തികവുള്ളത്. അതാണ് പെർഫെക്ഷൻ. അപ്പോൾ കർത്താവ് പൂർണ്ണനാണ്, പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനാണെന്ന് പറയുമ്പോൾ കർത്താവിന്റെ ആളത്വത്തോടുകൂടെ എന്തെങ്കിലും ഒരു കാര്യം ചേർത്തുവാൻ അവിടെ പഴുതില്ല. സ്തോത്രം. പിന്നെ കഷ്ടങ്ങളാൽ തികഞ്ഞവനായി എന്ന് പറയുന്നതോ സ്തോത്രം കഷ്ടങ്ങളെ കുറിച്ചാണ് തികവെന്ന് പറയുന്നത്. കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങൾ തികവുള്ളതായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. കഷ്ട അനുഭവങ്ങൾ അത് തികവുള്ള അനുഭവങ്ങളായിരുന്നു. മാത്രമല്ല സ്തോത്രം പിന്നെ കഷ്ടാനുഭവങ്ങൾ തികവുള്ള രക്ഷാമാർഗം ഒരുക്കുന്നതിന് ഉപാധിയുമായി. സ്തോത്രം. അതായത് ഈ തിയോളജിയിൽ പ്രോബ്ലം ഇല്ല, തിയോളജിയിൽ ടെൻഷൻ ഉണ്ടെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ തിയോളജിയിൽ പ്രോബ്ലം ഇല്ല, പ്രശ്നമില്ല. തിയോളജിയിൽ ഒരു കാര്യം ഒരു യാഥാർത്ഥ്യം വേറൊരു യാഥാർത്ഥ്യമായി ക്ലാഷ് ചെയ്യത്തില്ല. ക്ലാഷ് ചെയ്യുമ്പോഴല്ലേ പ്രോബ്ലം ഉണ്ടാകും. ഒന്ന് വേറൊന്നിനോട് ഒരിക്കലും ക്ലാഷ് ചെയ്യത്തില്ല. അപ്പോൾ യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യരും എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എബ്രായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? തത്വത്തിന്റെ ബുദ്ധിയാണ്. തത്വത്തിന് എന്ന് പറഞ്ഞാൽ തികവുള്ളവനാണ്. തികവുള്ളവനാണ്. അവരെന്നും തികവുള്ളവരാണ്. ആദ്യന്തമില്ലാത്തവരാണ്. അടുത്തോളൂ, കർത്താവ് മാറ്റം വരാത്തവരാണ്. മെച്ചമായതോ തീയതായതുമായ യാതൊരു മാറ്റത്തിനും കർത്താവിന്റെ ആളത്വത്തിൽ പഴുതില്ല. വേറെ കൂടെ സ്തോത്രം. കർത്താവ് മാറ്റമില്ലാത്തവരാണെന്ന് പറയുമ്പോൾ നമ്മളോടുള്ള ഇടപാടുകളിൽ കർത്താവ് അവിശ്വസ്തരാകുന്നില്ല എന്ന ചിന്ത നമുക്ക് എഴുതുന്നുണ്ട്. യേശു മാറാത്തവൻ എന്ന് പറയുമ്പോൾ നമ്മള് പെട്ടെന്ന് ചിന്തിക്കും നമ്മളോടുള്ള ബന്ധത്തിൽ കർത്താവിന് ആ ഇടപെടലുകളിൽ ഒരു മാറ്റവും ഇല്ല എന്നാണ് നമ്മൾ പൊതുവെ ചിന്തിക്കുന്നത്. കാൽവറിയിൽ ആ രക്തത്തിലെടുക്കുന്നത് തെറ്റില്ല. കാൽവറിയിൽ എനിക്ക് പകരം യാഗമാകുമ്പോൾ കർത്താവ് എന്നെ ഏത് അളവിൽ സ്നേഹിച്ചിരുന്നുവോ ഇന്നും ആ അളവിൽ പൂർണ്ണതയിൽ കർത്താവിനെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നു. ആ രക്തത്തിൽ എടുക്കുന്നത് തെറ്റില്ല. എങ്കിലും ശ്രദ്ധിക്കണേ, മാറ്റമില്ലാത്ത യേശു മാറാത്തവെന്ന് പറയുമ്പോൾ അത് കർത്താവിനെ ആളത്വത്തെയാണ് പ്രധാനമായും സംബന്ധിക്കുന്നത്. It relates more to the personality of the Lord. കർത്താവിന്റെ ആളത്വത്തെയാണ് അത് പ്രധാനമായും സംബന്ധിക്കുന്നത്. അപ്പോൾ കർത്താവ് ഒരു മെച്ചമായതിനോ തീയതായതിനോ ആയ യാതൊരു മാറ്റത്തിനും പഴുതില്ലാതെ വണ്ണം കർത്താവ് പൂർണ്ണതയുള്ളവരാണ്. ആ പൂർണ്ണതയുള്ളവരാണെങ്കിൽ കഷ്ടങ്ങളാൽ തികഞ്ഞവരായി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? സ്തോത്രം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സ്വല്പം വന്ന സൗകര്യങ്ങൾക്ക് വേണ്ടി കഷ്ടങ്ങളാൽ തികഞ്ഞവരായി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? കർത്താവ് തികഞ്ഞവരായി എന്നൊന്നുമില്ല. പിന്നെ കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങൾ തികവുള്ളതായിരുന്നു എന്നും അടുത്തത് തികവുള്ള രക്ഷാമാർഗം ഒരുക്കുന്നതിന് കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങൾ ഉപാധികളായി എന്നും ഈ രണ്ടർത്ഥത്തിലാണ് എടുക്കേണ്ടത്. സ്തോത്രം. അതാണ് ഞാൻ പറഞ്ഞത്. തിയോളജിയിൽ ടെൻഷനേ ഉള്ളൂ, പ്രോബ്ലം ഇല്ല. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ക്ലാഷ് ചെയ്യും. എന്നാൽ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥമാക്കട്ടെ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കുന്നതിൽ ഉണ്ടായിരിക്കുന്ന പരിമിതിയാണ് തിയോളജിക്കൽ ടെൻഷൻ എന്ന് പറയുന്നത്. നമ്മളത് മനസ്സിലാക്കുന്നതിനുണ്ടായ പരിമിതിയാണ്. ഈ പലപ്പോഴും
ഇങ്ങനെ മലയാളത്തിൽ ഒരു കവിത ഉണ്ടല്ലോ, വാക്കുകളാൽ കരിപ്പുതം പേരുന്നു വാസ്തവ മനോഭാവം പലപ്പോഴും. വാക്കുകളാൽ കരിപ്പുതം പേരുന്നു വാസ്തവ മനോഭാവം പലപ്പോഴും. നമുക്ക് ഒരു വ്യക്തിയോടുള്ള ബന്ധം, അത് നമ്മൾ ആ ബന്ധത്തെ നമ്മൾ വിവരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ ആ ബന്ധം അതിന്റെ തരിമയിൽ വ്യക്തമാക്കുവാൻ കഴിയാതെ വന്ന പരിമിതിയുള്ളതായി പോകും. അത് ഭാഷയുടെ പരിമിതിയാണ്. ഇതുപോലെ ആഴവും നിത്യവും മാറ്റമില്ലാത്തതുമായ ശുദ്ധിയ സത്യങ്ങൾ മനുഷ്യന്റെ പരിമിതിയുള്ള ഭാഷയിൽ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അതിൽ ആ ഭാഷയുടെ പരിമിതി ഉണ്ടാവും. മറ്റൊന്ന് സ്തോത്രം, ഇത് മൂലഭാഷയിലുള്ള അതേ കൃത്യമായ ആശയം പലപ്പോഴും തർജ്ജമകളിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ പോകും. അതുകൊണ്ടാണ് പലപ്പോഴും ആശയങ്ങളിൽ ഈ ചെറിയ ഒരു ടെൻഷൻ നമുക്കുണ്ടാകുന്നത്. ഒന്ന് മീൻസ് കഷ്ടങ്ങളാൽ തികഞ്ഞവനായി നമ്മൾ മറന്നുപോയ വിഷയം മറന്നുപോയല്ലേ, അതായത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് അവന്റെ ശരീരമായ സഭയ്ക്കു വേണ്ടി ഞാൻ എന്റെ ജഡത്തിൽ പൂരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവിന്റെ കഷ്ടങ്ങളിൽ വല്ല കുറവുണ്ടോ എന്ന് ന്യായമായി ചോദിക്കാം എന്നുള്ളതാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. കർത്താവിന്റെ കഷ്ടങ്ങളിൽ കുറവൊന്നുമില്ല. ശരി, അതിനുള്ള ഒരു വാക്യമായിട്ട് ഞാൻ ഈ വാക്യം എബ്രായരുടെ വാക്യം എടുത്തു. കഷ്ടങ്ങളാൽ തികഞ്ഞവരായി എന്ന് പറയുമ്പോൾ അത് കർത്താവിനുള്ള തികമല്ല, കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങളുടെ തികമ എന്നാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. ക്ലാസ് എടുത്തപ്പോൾ ഞാനത് കൂടുതൽ വിശദീകരിച്ചതായിട്ട് എന്റെ ഓർമ്മയിലുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതെന്ന് കരുതുന്നു. അതുകൊണ്ട് കർത്താവിന്റെ കഷ്ടങ്ങളിലെ പങ്കാളിത്തം, കർത്താവിന്റെ കഷ്ടം കുറവുണ്ടോ ചോദിച്ചാൽ കുറവില്ല, പിന്നെ അതിനകത്തൊരു പങ്കാളിത്തമാണ് നമുക്കുള്ളത്. അതായത് സത്യം ഒരുക്കി കഴിഞ്ഞാലും എല്ലാവരും അത് വിളമ്പിക്കൊടുക്കുന്നതിന്റെ അധ്വാനം ശേഷിക്കുന്നത് പോലെ രക്ഷാമാർഗം ഒരുക്കുന്നതിന് എത്ര കഷ്ടങ്ങൾ സഹിക്കേണ്ടിയിരുന്നുവോ അത് അതിന്റെ പൂർണ്ണതയിൽ അതിന്റെ തികവിൽ കർത്താവ് സഹിച്ചു കഴിഞ്ഞു. തികവുള്ള കഷ്ടങ്ങളായിരുന്നു. ഇനിയിപ്പോൾ അതിനോട് ചേർന്ന് ആ രക്ഷാമാർഗം മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ നാം അനുഭവിക്കുന്ന കഷ്ടങ്ങൾ കർത്താവിന്റെ കഷ്ടങ്ങളുടെ ആനന്ദമാണ്. എന്താ പറയാ, അനക്സാണ് ഇവിടെ പറയാം അല്ലേ. ആനന്ദം എന്ന് പറഞ്ഞ വാക്കറിയാമല്ലോ. സ്തോത്രം, ഇറ്റ്സ് ആൻ ആനന്ദം ടു ഇറ്റ്. അതിന്റെ കൂടെ ചേർന്ന് പോകുന്ന, അതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ക്രിസ്തീയ കഷ്ടത ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിലെ പങ്കാളിത്തമാണ്. എന്നാൽ പീഡനകാല കഷ്ടത ഭൂവാസികളെ അവരുടെ ആഗ്രഹത്തിൽ നിമിത്തം സന്ദർശിക്കുവാൻ തന്റെ വാസസ്ഥലത്ത് വരുന്നതാണ്. സ്തോത്രം. അതിന്റെ ഫലമോ ക്രിസ്തീയ കഷ്ടത നമുക്ക് സന്തോഷം വരുത്തുന്നു. മറ്റത് അവര് വൈരാഗ്യമുള്ളവരാകും. അത് ക്രിസ്തീയ കഷ്ടം നമുക്ക് പ്രതിഫലങ്ങൾക്ക് ഉപാധിയാകുന്നു. മറ്റതോ അവര് ദൈവത്തെ ദൂഷിക്കാൻ കാരണമാകുന്നു. നമ്മൾ ക്ലാസ്സിൽ കാണുകയുണ്ടായി. അപ്പോൾ ക്രിസ്തീയ കഷ്ടതയും പീഡനകാല കഷ്ടതയും രണ്ടാണ്. അതുകൊണ്ട് സ്തോത്രം, ക്രിസ്തീയ കഷ്ടതയെ കുറിച്ച് തിരുവെഴുത്തിൽ കാണുന്ന വേദഭാഗങ്ങൾ പീഡനകാല കഷ്ടതയായി നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടുള്ളതല്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വ്യക്തമാക്കി. പീഡനകാലത്തിന്റെ ഉദ്ദേശം പറയാമെന്ന് പറഞ്ഞിരുന്നതാണ് ഓർമ്മയുള്ളത് കരുതുന്നു. അത് സഭയ്ക്ക് അതിൽ പങ്കില്ല എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ സഹായകരമാകേണ്ടതിനാണ് പീഡനകാലത്തിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അതായത് ഒന്നാമത്തെ ഉദ്ദേശം ഇസ്രായേലിനെ മശീഹായ്ക്ക് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനമായ ഉദ്ദേശം. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാമത്തെ അധ്യായം, ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാമത്തെ അധ്യായം 7-ാം വാക്യവും 7 15 വായിക്കാൻ എന്തെങ്കിലും വായിച്ചാൽ
ഞാൻ നിന്റെ ന്യായത്തോടെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിധിയില്ലതാനും. അത് യാക്കോബിന് കഷ്ടകാലമാണ്. അത് നോക്കണേ, ഇരുപതാം പുസ്തകത്തിൽ 30 4 മുതൽ 4 വാക്യം ഒന്ന് വായിച്ച് 60 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് യാക്കോബിന്റെ കഷ്ടകാലം തന്നെ. അത് യാക്കോബിന്റെ കഷ്ടകാലമാണ്. ഇസ്രായേലിന്റെ മെശിഹായ്ക്ക് വേണ്ടി ഒരുക്കുന്നതിനാണ് സ്തോത്രം. കർത്താവ് ഭൂമിയിൽ ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ അവർക്ക് കർത്താവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയി. എന്നോട് തിരിച്ചറിയാൻ കഴിയാതെ പോയെന്ന് ചോദിച്ചാൽ അവരൊരു രാഷ്ട്രീയ മഷികയാണ് അവര് കാത്തിരുന്നത്. രാഷ്ട്രീയ മഷികായെ കാത്തിരുന്നത് കൊണ്ട് കർത്താവ് വന്നത് രാഷ്ട്രീയ മഷികായിട്ടല്ല, കഷ്ടമനുഭവിക്കുന്ന മഷികായിട്ടാണ് വന്നത്. കഷ്ടമനുഭവിക്കുന്ന മഷികായെ കുറിച്ച് വിവരിച്ചിരുന്ന ആ ഭാഗം ഉൾക്കൊള്ളുവാൻ അവർക്ക് മനസ്സില്ലാതെ പോയി. നമുക്കും നമ്മുടെ ഉൾപ്പെടുത്തുവാനെ നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കാറുള്ളൂ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കാറില്ല. ഇന്നൊരു സമരം നേടുകയുണ്ടോ, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നന്നായി ചെയ്യുവാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കണം പറഞ്ഞ ആരെങ്കിലും ഏതെങ്കിലും ഒരു കമ്പനി സമരം ചെയ്തിട്ടുണ്ടോ? അവകാശങ്ങൾ നേടിയെടുക്കും, മരണം വരെയും സമരം ചെയ്യും, രൂപത്തെ തീരു തന്നേ തീരു. ഇതാണ് എപ്പോഴും മനുഷ്യന്റെ സ്വഭാവം. അവന് എന്തും നേടാൻ കഴിയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിൽ ക്രിസ്ത്യൻ ജീവിതത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ ക്രിസ്ത്യൻ ജീവിതത്തിൽ അവന് ലഭിക്കുന്ന ഭൗമികമായ അനുഗ്രഹങ്ങൾ മാത്രമാണ് അവരെ ശ്രദ്ധ. മറ്റൊന്നും ശ്രദ്ധിക്കുകയല്ല. ഭൗമികമായി എന്തെങ്കിലും കിട്ടും, അത് മാത്രം പറഞ്ഞ് വലിയ കൂട്ടത്തെ ശുശ്രൂഷകന്മാർ വഞ്ചിക്കുന്നത് ഒരു ഇന്നത്തെ ഒരു ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിപ്പോയി. അതൊരു വിഷയം. അതേ സൗകര്യങ്ങളെ അതുപോലെ ഇവരും മഷിഹ വരുമ്പോ ഇതിൻ്റെതൊക്കെ ചെയ്യും, എന്നേക്കുള്ള രാജ്യം സ്ഥാപിക്കും, ഇതിനെ അടിമത്വത്തിനെ മോചിപ്പിക്കും. ആ രാഷ്ട്രീയ മഷിഹായെ ഇവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അവർക്ക് മഷിഹായെ തിരിച്ചറിയാൻ കഴിയാതെ പോയി. കഷ്ടമനുഭവിക്കുന്ന മഷിഹായെ കുറിച്ചുള്ള ബോധനങ്ങൾ അവരെ മറന്നല്ല, പൂർണ്ണപൂർവ്വം കണ്ടി. പത്രോസിനെ പറയുന്നൊരു വാക്കുണ്ട്, മനസ്സോടെ നടത്തും. അതെങ്ങനെ മനസ്സോടെ നടക്കുന്നത്? മറക്കാൻ വേണ്ടി ബോധപൂർവ്വം ശ്രദ്ധിച്ച് മറക്കാനില്ല എന്ന് ഓർപ്പിച്ചെങ്ങനെ? അതല്ല ഇവരൊന്നും പ്രയോഗം മനസ്സിലാക്കണം. പത്രോസിനെ അവൻ മനസ്സോടെ നടത്തും, അവൻ ഉൾക്കൊണ്ടില്ല. അതുകൊണ്ട് അവർക്ക് മനുഷ്യനായി തിരിച്ചറിയാൻ കഴിയാതെ പോയി. പക്ഷെ ഇന്നും അവരത് ഉൾക്കൊള്ളുന്നില്ല, വലിയൊരു കൂട്ടം ഉൾക്കൊള്ളുന്നില്ല, വലിയൊരു കൂട്ടം ഉൾക്കൊള്ളുന്നില്ല. ഇപ്പോഴും നമ്മുടെ ഈ റോമാലയത്തിലൊക്കെ ചില പ്രയോഗങ്ങൾ എനിക്ക് പണ്ടൊക്കെ ഇച്ചിരി എന്റെ മനസ്സിൽ ചെറിയൊരു ചോദ്യമൊക്കെ ഉയർത്തിയിട്ടുണ്ട്. അത് വിശ്വസിക്കുന്ന ഏവരും ആദ്യം യഹൂദനും അതിന് ഒരു ഭൂരിപക്ഷം ഇല്ലെന്ന് തോന്നുവാണ് പറയുന്നത്. അതെന്താ പരിപാടിയാണ്? പക്ഷെ ആദ്യം യഹൂദനല്ലേ, അവന്റെ പ്രിഫറൻസ്, അവനല്ലേ ഒന്നാം സ്ഥാനം കൊടുത്തേനെ. ഇതെങ്ങനെ ശരിയാണെന്ന് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, യഹൂദനാണ് രക്ഷയുടെ സന്ദേശം ഉൾക്കൊള്ളുവാൻ ഏറെ രക്ഷാ സന്ദേശം ഉൾക്കൊള്ളുവാൻ ഒരു യഹൂദന് കൂടുതൽ എളുപ്പമാണ്. കാര്യം ഈ രക്ഷിക്കപ്പെടുന്ന ഒരു യഹൂദൻ വിശ്വസിക്കുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തിരുന്ന, ഞങ്ങളുടെ തിരുവെഴുത്തുകളിൽ പരിശുദ്ധ ദൈവം ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരുന്ന മശിഹായാണ് ഈ യേശു. അതാണ് അവർ വിശ്വസിക്കുന്നത്.
അതാണ് നമ്മൾ പ്രോത്സാഹനം വായിക്കും. യേശു തന്നെ ക്രിസ്തു. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ. യേശു തന്നെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ യേശു തന്നെ അഭിഷിക്തൻ. അതാണ് അവര് വിശ്വസിക്കുന്നത്. യേശു തന്നെയാണ് അഭിഷിക്തൻ, യേശു തന്നെ ക്രിസ്തു എന്നവർ വിശ്വസിക്കുന്നു. എന്നാൽ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് നമ്മൾ ദൈവത്തെ അറിയാതിരിക്കെ, ദൈവവുമായി യാതൊരു വ്യക്തിത്വം ഇല്ലാതിരിക്കുന്ന നമുക്ക് സ്തോത്രം, നമ്മുടെ പാപപരിഹാരത്തിനും നമ്മുടെ ആത്മരക്ഷയ്ക്കും നിത്യജീവനും വേണ്ടി ദൈവം, സത്യദൈവം ജനത്തിൽ വെളിപ്പെട്ടു വന്ന രക്ഷകനാണ് യേശുക്രിസ്തു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വിശ്വാസം രണ്ടല്ല, ഒന്ന് തന്നെയാ. പക്ഷെ അവർക്കാണ് വിശ്വസിക്കാൻ ഒന്നുകൂടി എളുപ്പം. ഒന്നുകൂടി എളുപ്പം. അതുകൊണ്ടാണ് ആദ്യം യഹൂദന്. രക്ഷ മാത്രമല്ല, ഒന്നാണ് ശിക്ഷയും ആദ്യം യഹൂദന്. ഒരവസരം പറഞ്ഞാൽ നമ്മളോട് കാണിച്ച ഒരു കരുണയാണ്. ദൈവം നമ്മോട് കാണിച്ച ഒരു കരുണ. എന്താ കരുണ? നമുക്കൊരു സാധനമാണ് വെച്ചിരിക്കുന്നത്. നമുക്കൊരു ഓബ്ജക്ട് ലെസനുണ്ട്. കണ്ടുപിടിക്കാൻ ഒരുവർ നമ്മൾ മുമ്പിൽ പോകുന്നു. അതുകൊണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവം നമ്മളോട് കാണിച്ച ഒരു എക്സ്ട്രാ ഫേവറാണ്, ഒരു കൂടിയ ഒരു ഔദാര്യമാണ്. യഹൂദനെ നമുക്ക് ഓബ്ജക്ട് ലെസനായി, സാധനമാഷമായി, ദൃഷ്ടാന്തമായി ദൈവം നിയമിച്ചിരിക്കുന്ന സ്തോത്രം. ദൈവത്തിന്റെ മക്കൾ ഒരു മുഖപക്ഷവുമില്ല. അവര് തിരിച്ചറിയാതെ പോയി, ഇന്നും തിരിച്ചറിയാതിരിക്കുന്ന വലിയൊരു കൂട്ടമുണ്ട് സ്തോത്രം. എന്നാൽ അവരെ വാഗ്ദത്തം അവർക്ക് ലഭിച്ചതായ മകനെ ദൈവം അവരോട് ഇടപെട്ട് അവരെ നശിക്കായി ഒരുക്കേണ്ടതിന് അവരുടെ ഇടയിൽ വലിയ പീഡനം നൽകിയുമായിരിക്കും. അതിനാണ് സ്തോത്രം മഹാപീഡാകാലം. ചില വാക്കുകൾ വേണ്ടി വായിച്ചോളൂ. സക്കറിയാവിന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ച്. സക്കറിയ 12:10. ഞാൻ കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ അത് പൂശീകരണ വിവരണങ്ങൾ തന്നിരിക്കുന്നിടത്ത് ഒരു മലയാളി വാഴ്ത്തവരെ ഒരു ദിനം കുത്തി രക്തവും വെള്ളവും പുറപ്പെട്ടു. അവൻ മരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു നടപടിയായിരുന്നു അത്. എന്നാൽ അതൊരു പ്രവചന നിവൃത്തിയായിരുന്നു എന്ന് അവിടെ യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. പ്രവചന നിവൃത്തി സക്കറിയാ പ്രവചനത്തിന്റെ പ്രവചന നിവൃത്തിയാണ്. അവർ തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. സ്തോത്രം. കൃപയുടെയും യാതൊരുടെയും ആത്മാവിനെ പകരും. സക്കറിയാവിന്റെ 13-ാം അധ്യായത്തിൽ 30-ാമത്തെ വാക്യം വായിക്കാമോ? കേട്ടോ? സ്തോത്രം. അവരുടെ നാമത്തെ കുറിച്ച് എങ്ങനെ കഴിക്കുന്നത് പറഞ്ഞാൽ അവര് പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജനത്തോട് മരിച്ചതിനെയുമല്ല, അകമേ യഹൂദനായവനത്ര യഹൂദൻ. സ്തോത്രം. അകത്തുള്ളതാണ് പരിച്ഛേദന. അതുകൊണ്ടാണ് മൂന്നിലൊന്ന്. ഇന്ന് കാണുന്ന എല്ലാ യഹൂദന്മാരും മശിഹായെ സ്വീകരിക്കുന്നു നമ്മുടെ പ്രതീക്ഷിക്കേണ്ട. എടുത്തു പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് സത്യമായ കാര്യമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഒക്കൽട്ട് പ്രാക്ടീഷണേഴ്സ് ജ്യൂസ് ആണ്. ഒക്കൽട്ട് പ്രാക്ടീഷണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മീഡിയം ഒക്കെ പറയാറിയല്ലോ. വെളിച്ചപ്പാടന്മാരും പിന്നെ മന്ത്രവാദികളും ഇങ്ങനെയൊക്കെയുള്ള ആളുകളിൽ അവരെ ലോകത്തിൽ 1000 പേരുണ്ടെന്ന് എടുത്താൽ അത് ഭൂരിപക്ഷം ഓർത്ത് നോക്കിയിട്ട് അത്ര സങ്കടമാണ്. അവർക്ക് ഭൗതികമായ നേട്ടമാണ് പ്രധാനം. ഭൗതികമായ നേട്ടം. അവരെ എല്ലാവരെയും കർത്താവ് നിത്യജീവനിലേക്ക് സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കണ്ട. ഇവിടെ പറഞ്ഞു വായിച്ചു കേട്ടല്ലോ. 3-1. സ്തോത്രം. പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന്
ദൈവം ഓരോരുത്തപ്പെടുന്ന കാലമാണ് സ്തോത്രം. മഹാപീഡാകാലം എന്ന് പറയുന്നത്, പീഡാകാലം. സ്തോത്രം. പിന്നെ ഒത്തിരി വാക്യം മലാക്കി 3:2-3 വാക്യം ഒന്ന് വായിച്ചാൽ കേട്ടോ. ലേവിപുത്രന്മാരെ വെല്ലുപോലെയും കൊല്ലുപോലെയും നിർമ്മലീകരിക്കും. സ്തോത്രം. ആ കഷ്ടതയുടെ തീച്ചുളയിൽ പീഡനത്തിന്റെ പുതിയ അനുഭവങ്ങളിൽ സ്തോത്രം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാൻ അവരെ ഒരുക്കുന്നതിനാണ്, ഇസ്രായേലിന് വേണ്ടിയാണ് പീഡനകാലം ദൈവം നിയമിച്ചിരിക്കുന്നത്. സ്തോത്രം. രണ്ടാമത്തെ ഉദ്ദേശം ജാതികളെ ന്യായം വിധിക്കുക എന്നുള്ളതാണ്. അവരെ 26-21 വായിച്ചാണ് നമ്മൾ വായിച്ച ഭാഗമാണ് കഴിഞ്ഞ ദിവസം വായിച്ചാണ്. 26-21. കേട്ടോ. സ്തോത്രം. യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിക്കുന്ന കാലമാണ്. അകൃത്യ നിമിത്തം സന്ദർശിക്കുന്ന കാലം. അവരുടെ ഈ നാച്ചുറൽ ജസ്റ്റിസ് എന്നൊന്നുണ്ട്. പ്രകൃതിയിലെ നീതി. പ്രകൃതിയിലെ നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? നീതിമാനായ ഒരു ദൈവം ഉണ്ടെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് മനുഷ്യനെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടത് ദൈവം പ്രത്യേകം ഇടപെടും. ഈ പ്രകൃതിയിൽ തന്നെ ഒരു സ്വാഭാവികമായ നീതി നടപ്പാക്കുന്നത് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പറഞ്ഞിട്ടുണ്ട്, കൊടുത്ത കൊല്ലത്തിൽ കിട്ടും. ഒരു പറച്ചിലുണ്ട്. ഉടനെ ചെട്ടിയെ ദൈവം ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്. അന്യായം ചെയ്യുന്നവൻ സ്ഥായിയായി അഭിവൃദ്ധി പ്രാപിച്ച് നിലനിൽക്കുന്നില്ല. സത്യമായ കാര്യമാണ്. ശ്രദ്ധിക്കണേ. അന്യായം ചെയ്ത പല കുടുംബങ്ങളെയും രക്തം പിന്തുടരുന്നത് നമുക്ക് കാണാൻ കഴിയും. നാച്ചുറൽ ജസ്റ്റിസ് ആണ്, പ്രകൃതിയിലെ നീതിയാണ്. അപ്പൊ ഇത്രയും ഒക്കെ ദൈവം ചെയ്തിട്ടും ദൈവം എന്താ പൊട്ടനാണോ, ഇടപെടാത്ത എന്താണോ എന്നുള്ളത് ആളുകളുടെ മനസ്സിൽ ചോദ്യമുണ്ട്. അതിനുള്ള മറുപടിയായി, അതിനുള്ളൊരു മറുപടിയായിട്ടാണ് ദൈവം എന്ത് ചെയ്യും? സ്തോത്രം. ഭൂവാസികളെ അവരുടെ ആകൃത്യ നിമിത്തം സന്ദർശിക്കേണ്ടതിന്, അതിനാണ് പീഡനകാലം. നമുക്കറിയാമല്ലോ, നമുക്ക് വെളിപ്പാട് പുസ്തകത്തിന്റെ കുട്ടിയോട് അവിടെ വായിക്കുന്നുണ്ട്. ദൂതൻ പറയുക, നീ നിന്റെ ദാസന്മാർ രക്തം ചിന്തിച്ചത് കൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു, അതിനവർ ഉപ്പുമുഖ്യർ തന്നെ. സങ്കടമുണ്ട്. ഗ്രഹാം സ്റ്റേറ്റ്സിനെയും 2 പിച്ചു കുഞ്ഞുങ്ങളെയും അതിക്രൂരമായി ചുട്ടുകൊന്നു. അതിക്രൂരമായി ചുട്ടുകൊന്നു. എത്ര സങ്കടകരമായ കാര്യമാണ്. അവരെ കർത്താവിനെ സഹിച്ചു കൊന്നവരല്ലേ. ഇവിടെ ഇന്ന് നമ്മള് ആ ടെസ്റ്റ് എഴുതി, ഈ ടെസ്റ്റ് എഴുതി, അങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി, പിന്നെ എന്താ ടെസ്റ്റ് ഇത് വേണ്ട, പലതും എഴുതി ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ തേടി നമ്മൾ പോന്നു, മൂസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വിസ അടിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇത് ഓരോരുത്തർ. പക്ഷേ ആ സുഖ സൗകര്യങ്ങളെല്ലാം വിട്ട് ഒറീസയിലെ രോഗികളെ ശുശ്രൂഷിക്കാനായി തങ്ങളെ തന്നെ സമർപ്പിച്ചു വന്ന് സ്തോത്രം ഇവിടെ പാർത്തിരുന്ന സുവിശേഷകരെ ചെയ്തിരുന്ന ആ ഭക്തന്മാരെ അവരോട് കാണിച്ച ക്രൂരത എത്ര ഭയങ്കരമാണ്. ഇതിനെ ഞാൻ പറഞ്ഞു കേട്ടത്, അതായത് ദൂരെ പോലീസ് വന്ന സർവന്റെ ബോധം ചെയ്തു, ദൂരെ മരങ്ങളിൽ കൊണ്ടുമൊക്കെ ആളുകളിരിക്കുക. പക്ഷേ ചില ക്രിസ്ത്യൻ ലീഡേഴ്സിനെ അത് കാണാനായിട്ട് അടുത്ത് ചെല്ലാനായിട്ട് അവരെ പ്രത്യേക അനുവാദം കൊടുത്തു. ബൈബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറി അന്ന് പ്രമാണിക്കപ്പെടുന്ന ആളാണ്, ഒരു ഒറീസക്കാരനാണ്. അദ്ദേഹം രംഗത്തുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് പറഞ്ഞത്, a big skeleton holding on to 2 small skeletons. വലിയ ഒരു അസ്ഥികൂടം
രണ്ട് കൊച്ച അസ്ഥികൂടങ്ങളെ ഉണർന്നു നിൽക്കുന്നു. അവര് ഈ എത്തിയപ്പോ പാലത്തിന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ ശ്രമിച്ചപ്പോൾ കുന്തം കൊണ്ട് കുത്തി അവരെ അകത്തില്ല. രക്ഷപ്പെടാൻ വഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ആ സ്നേഹനിധിയായ പിതാവ് തന്റെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അതാണ് ഒടുവിൽ ആ അവശിഷ്ടം പുറത്തെടുത്തപ്പോൾ ഒരു വലിയ അസ്ഥികൂടം രണ്ട് കൊച്ച അസ്ഥികൂടങ്ങളെ ഉണർന്നു നിൽക്കുന്നു. അവിടെ നിന്ന് മുഴുവൻ പേരും അലറി പറയുകയായിരുന്നു. ഇന്നെന്താ സംഭവിച്ചിട്ടുണ്ട്? ഞാൻ അവരോട് മനസ്സാ ക്ഷമിച്ചു എന്ന് പറഞ്ഞെങ്കിലും നിയമപരമായി അവരെ ശിക്ഷിച്ചു. ഇപ്പോൾ BJP സർക്കാർ അവിടെ കയറിയപ്പോ അവരെ പുറത്തു വിട്ടത് മാത്രമല്ല, പുറത്തു വന്നവർക്ക് വലിയ മാലയിട്ട് സ്വീകരണം കൊടുത്ത ഓടേ തമ്പുരാൻ അത് നീതി വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. എന്റെ അറിയാമോ? മറ്റുള്ളവർ നീതിമാനായ ഒരു ദൈവമുണ്ടെന്നുള്ള ഓർമ്മ അവനുണ്ടായെങ്കിൽ അത് ജാതികളെ ന്യായം അയ്യോ നമ്മുടെ നാട്ടിലായിരിക്കുമോ അതേറെ ഉണ്ടാകുന്നത് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനായിരിക്കും. നമ്മുടെ നാടിന് വേണ്ടി നമ്മൾ കണ്ണുകളോട് പ്രാർത്ഥിക്കണം. അന്തരിക്കുന്നവരെ ദൈവം വിടുവിക്കട്ടെ. അടുത്തത് ജാതികളുടെ കാലം അവസാനിപ്പിക്കുക. സുവിശേഷം 21:26 വായിച്ചാണ്. ജാതികളുടെ കാലം തികയുവോളം അവർ യെരൂശലേമിനെ തിരികെ വന്നു. ഇപ്പോഴും യെരൂശലേം പൂർണ്ണമായും യഹൂദന്റെ നിയന്ത്രണത്തിലല്ല. ഇപ്പോഴും യെരൂശലേം ഞങ്ങൾ തലസ്ഥാനമാക്കുന്നു എന്ന് പറഞ്ഞ് അവര് അത് പ്രഖ്യാപനമൊക്കെ നടത്തിയെങ്കിലും ഇപ്പോഴും യെരൂശലേമിൽ ഒരു മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മറ്റുള്ളവരാണ് ഭൂരിപക്ഷം തരുന്നത്. കാര്യം കൂടുതൽ പേര് അവരെ ഇപ്പോഴും അത്രയും എണ്ണത്തിലായില്ല. എന്നാൽ സ്തോത്രം, ജാതികൾ യെരൂശലേമിനെ ചവിട്ടിക്കളയുന്ന ജാതികളുടെ കാലം തികയുവാണ്. ജാതികളെ തികയ്ക്കുക, അതിനാണ് ദൈവം പീഡനകാലം നിയമിക്കുന്നത്. സ്തോത്രം ദൈവങ്ങളെ അങ്ങനെ പ്രതിവിശേഷാൽ ഇസ്രായേലിനു വേണ്ടിയാണ് ദൈവം പീഡനകാലം അനുവദിക്കുന്നത്. ഇസ്രായേലിനോടുള്ള ദൈവ നിലപാടുകളെല്ലാം ഭൗമിക മണ്ഡലത്തിലായിരുന്നു പ്രധാനമായും പഴയ നിയമകാലത്തും നടന്നിരുന്നത്. നമുക്കറിയാമല്ലോ, അവരെപ്പോഴൊക്കെ ദൈവവചനം തെറ്റിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോയിരുന്നുവോ അന്നൊക്കെ ദൈവം അവരുടെ ശിക്ഷയായിരിക്കും. അന്യജാതികളെ അവരെ ഏൽപ്പിച്ചു കളയും. ഭൗതികമായുള്ള ശിക്ഷാനത്തിൽ എടുത്താണ് ദൈവത്തോട് അന്ന് ഇടപെട്ടുകൊണ്ടിരുന്നത്. അതുപോലെ അതിന്റെ ഒരു കൺക്ലൂഷനായിട്ട് അവരെ മറ്റു വേണ്ടി ഒരുക്കുവാൻ ഭൗതികമായ ഒരു ശിക്ഷാ നടപടിയായി പീഡനകാലം ദൈവം അനുവദിക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സ്തോത്രം. അല്ലാതെ ഈ സഭയ്ക്ക് അതിനകത്ത് ഇല്ല. സ്തോത്രം. അതിന്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞ് നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അതെ, ഇത്രയും കാര്യം പറയുന്നതൊക്കെ തുടർന്ന് മുമ്പോട്ട് പോകാം. ഇനി 6-ാം അധ്യായത്തിലേക്ക് വരാം. സ്തോത്രം. 6-ാം അധ്യായത്തിൽ വരുമ്പോൾ 6-ാം അധ്യായം ഞാൻ പറഞ്ഞ 6-ാം അധ്യായം 18-ാം അധ്യായം വരെ സഭയെ നമുക്ക് ഇവിടെ കാണുന്നില്ല. സ്തോത്രം. കർത്താവിനാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് പീഡനകാലത്തെ കുറിച്ച് ഭയപ്പെടുവാനില്ല. പീഡനാർത്ഥങ്ങൾ വരുന്നത് ദൈവം അനുവദിക്കാൻ തലേന്നൊരു പൊടി വീഴി. അതാണ് വിശ്വസിക്കുക എന്ന് പറയുന്നത്. വിശ്വസിക്കുക. അല്ല, എന്തെങ്കിലും ഒരു കഷ്ടം ജീവിതത്തിൽ അനുവദിച്ചെങ്കിൽ നിത്യജീവന് വേണ്ടി എന്റെ ഒരുക്കാൻ അത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട മറ്റാരെങ്കിലും ഒക്കെ
നിത്യജീവന് വേണ്ടി ഒരുക്കുവാൻ സ്തോത്രം. എന്നോട് ദൈവത്തിൽ ഇടപെടുവാൻ ആവശ്യമുണ്ട് എന്ന് വന്നാൽ ദൈവം ഇടപെടും. സ്തോത്രം. അല്ലെങ്കിൽ ഒരു ഉദ്ദേശമില്ലാതെ ദൈവം ഒരു തെളിവിൽപ്പെടാൻ പോലും നമ്മളെ അനുവദിക്കില്ല. ഞാനിപ്പോ പറഞ്ഞത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? അല്ലെങ്കിൽ ഞാൻ ഒരു വിഷയം തരാം. യാക്കോബ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളിൽ മുഴുവൻ ദീനമായി കിടക്കുന്നുവെങ്കിൽ സഭയിലെ പൂക്കന്മാരെ വരുത്തട്ടെ. സ്തോത്രം. അവർ എണ്ണ വീഴി അവര് വേണ്ടി തമ്മിൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് ഒരു സഭയിൽ മീൻസ് മൂപ്പന്മാർ തന്നെ ഇത്തിരി ദൈവപ്രസാദമില്ലാത്ത വഴികളിൽ തുടരുന്നെങ്കിൽ വലിയൊരു വില കൊടുത്ത് അത് സ്വന്തം രക്തം വിലയായി കൊടുത്ത് വീണ്ടെടുത്ത ദൈവസഭ അതിലെ നേതൃത്വം നിൽക്കുന്നവർ പോലും അവര് ദൈവകൃപയിൽ നിന്ന് അകന്നകന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ ദൈവജീവനറിയാമോ തോന്നും. അതിൽ ചിലപ്പോൾ നിരപരാധിയായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ കഠിനമായ നോവും വരും. അവരോട് അങ്ങ് ഇടപെടുമ്പോൾ മുക്കുന്ന കൂടി വരും. കൂടി വരണം വന്ന് തമ്മിൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞു. എന്നിട്ട് ഐക്യതയെ കാണിക്കാനാണ് എണ്ണ. ഒരാളല്ല വയ്ക്കുന്നു. മൂപ്പന്മാർ എണ്ണ പൂശി അല്പം എണ്ണ എടുത്തവര് എല്ലാവരും കൈകളിൽ പൂശിയിട്ട് ആ രോഗിയെ എണ്ണ കുടിക്കും. ഞാനത് കണ്ടിട്ടുണ്ട്. സ്തോത്രം. സഭയിൽ ഇച്ചിരി പ്രയാസങ്ങളോ ഒരു ഐക്യതയില്ലായ്മയോ ഈ വിഷയ സംബന്ധമായിട്ടൊക്കെ ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാകാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്തോത്രം സഭയിലെ നിരപരാധിയായ നിഷ്കളങ്കരായ ആത്മീയരായ ഒരുവൻ വല്ലാത്ത കഷ്ടത്തിലായിരുന്നു. അങ്ങനെ വരുമ്പോൾ സ്തോത്രം അക്കാലങ്ങളിൽ ചെയ്തിരുന്നത് മൂപ്പന്മാരായ ആളുകൾ ഒരുമിച്ചുകൂടി അന്യോന്യം പാപത്തിലേക്ക് വരും. കണ്ണുനീരോടെ തെറ്റേറ്റു പറയുന്നത്, എന്റെ പൊന്നു ബ്രദറെ, ഞാൻ നിങ്ങളോട് അങ്ങനെ സംസാരിച്ചതിൽ ഞാൻ തെറ്റിപ്പോയി എന്ന് അനുതാപത്തോട് ഏറ്റു പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെയുള്ള അനുരഞ്ജന സമ്മേളനത്തിൽ രണ്ടുപേരെ രണ്ടുപേരും പ്രമാണികൻ ശ്രീകാന്തികാരനാണ്. ബാക്കിയെല്ലാവരും വലിയൊരു ബന്ധപ്പെട്ടവരും ഇവർ രണ്ടുപേരിങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ കർത്താവ് അങ്ങനത്തെ പ്രവർത്തിക്കണമെന്നതിന്റെ ഒരു വാക്ക് 2-3 വാചകങ്ങൾ മനമൊരുക്കി പ്രാർത്ഥന. അദ്ദേഹം പ്രാർത്ഥിച്ചാകെ പറയുന്നതിന് മുമ്പേ ആളുകളിൽ കരഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും, ഒരാള് മുമ്പിൽ മൂലയിൽ മറ്റേ ആൾ പിൻപിലത്തെ പോലെ ഓടി വാവിട്ട് കരഞ്ഞുകൊണ്ട് ഓടുന്ന നടുവിൽ പരസ്പരം ആലിംഗനം ചെയ്ത് ദീർഘമായ ഒരു സമയം തേങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. അവരെ രമ്യതപ്പെട്ടത് ഞാൻ ഓർക്കുന്നു പറഞ്ഞ്. അതിനുശേഷം മുമ്പിൽ ആളുകൾ ഒരുമിച്ചുകൂടി ആ രോഗിയായ ആളുടെ വീട്ടിലിട്ട് പോയി ചെന്ന് സ്തോത്രം എണ്ണ പൂശി ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം അത്ഭുത സൗഖ്യം പ്രാപിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ മുടി വീഴ്ത്തതിന് പോലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് പീഡനകാലം ഭയപ്പെടേണ്ടതല്ല. അതിനാവശ്യമില്ല. നമ്മൾ അതിനകത്ത് പോകുന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ നമുക്ക് നഷ്ടങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഭയപ്പെടേണ്ട. ജീവനേക്കാളെ കർത്താവിനെ സ്നേഹിക്കാനാണ് ദൈവം എന്ന് പറയുന്നത്. നമ്മളിവിടെ കേരളത്തിൽ സേഫ് സോണിലാണ് നമ്മൾ വിചാരിച്ച് നമ്മള് എന്താ പറയാ, ഒരു സെൻസ് ഓഫ് കംപ്ലൈസൻസി, സ്വയം പര്യാപ്തതാബോധം അതില് ആയിരിക്കേണ്ട കാര്യമില്ല. ദൈവം തന്നെ നമ്മളെ ഏത് സാഹചര്യത്തിന് വേണ്ടി ഒരുക്കും തരപ്പെടുത്തുമെന്ന് ഉറപ്പായിരുന്നു കൊള്ളുക. കർത്താവ് സഹായിക്കട്ടെ. 6-ാമത്തെ നമുക്ക് ചില സ്തോത്രം അതിന്റെ 6-ാമത്തെ 1 മുതൽ 1-2 വാക്യം നമുക്ക് വായിച്ചാട്ടെ പ്ലീസ്. സ്തോത്രം. വളരെ നന്ദി. പ്രിയ ദൈവങ്ങളെ ശ്രദ്ധിക്കണേ. സ്തോത്രം.
ഇനി ഇതിനെ കുറിച്ച് പൊതുവായുള്ള ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞേച്ച് മുൻപോട്ട് പോകുന്നത് നന്നായിരിക്കും. സ്തോത്രം. അതായത് ഈ മുദ്ര പൊട്ടിക്കുമ്പോൾ നീ വരിക എന്ന് മൂപ്പന്മാരോട് പറയുക. മുദ്ര പൊട്ടിക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ വിശദീകരിച്ചായിരുന്നല്ലോ. ഒരു കാര്യം മനസ്സിലാക്കും, ഈ ഭൂമിയിൽ ഏതൊരു കാര്യവും സംഭവിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ തീരുമാനപ്രകാരമാണ്. ഇവിടെ ഈ ഭൂമിയിൽ വലിയ പ്രയാസങ്ങൾ സംഭവിക്കുന്നത് ദൈവം ഓരോ കാര്യങ്ങൾ അനുവദിക്കുന്നത് കൊണ്ട് മാത്രം. ഒരു മുദ്ര ഒട്ടിച്ചപ്പോഴാണ് ഇവിടെ ഈ സംഭവം. ഇനി ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ ആദ്യം നമുക്കൊരു വെള്ള കുതിരയെ കാണാം. ഇനി രണ്ടാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ പൊതുവായിട്ട് ചില കാര്യം പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. രണ്ടാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ 4 അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. ഇനി മൂന്നാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അതിന്റെ 5-ാം വാക്യത്തിൽ കറുത്ത കുതിരയെ കാണുന്നു. ഇനി താഴോട്ട് വായിക്കുമ്പോൾ മഞ്ഞ നിറമുള്ള കുതിരയെ 4-ാം മുദ്ര പൊട്ടിക്കും. ഈ 4 കുതിരകൾ പൊട്ടിക്കുമ്പോൾ 4 നിറങ്ങളിലുള്ള 4 കുതിരകൾ പ്രത്യക്ഷപ്പെടുന്നു. ഞാൻ അവിടെ പറഞ്ഞതിന്റെ ഓർമ്മയിലുള്ളത് കരുതുന്നു. 1000-ആയ ആത്മീക യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്ന ദൃശ്യ സാദൃശ്യങ്ങളായി അവതരിപ്പിച്ചിരിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം. ഒന്നോട് പറയാം, മറക്കല്ലേ. വലിയ ആത്മീയ യാഥാർത്ഥ്യങ്ങൾ ദൃശ്യ സാദൃശ്യങ്ങളായി, ദൃശ്യ ആവിഷ്കാരങ്ങളായി അവതരിപ്പിച്ചിരിക്കുന്നതാണ്. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. ഈ ഒന്നാമത് പൊട്ടിച്ചപ്പോൾ ഒരു കുതിര വരുന്നു എന്ന് പറയും. കുതിര എപ്പോഴും ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നു, അറിയാമല്ലോ. പിന്നെ യുദ്ധത്തെ, എതിർപ്പിനെ, അതിനെ പ്രതിനിധീകരിക്കുന്നതാണ് കുതിര. അധികാരി കുതിരയെ പ്രതിനിധീകരിക്കുന്നതാണ്. ഇവിടെ ഈ ആദ്യം വെള്ള കുതിര, പിന്നെ ചുവപ്പ് കുതിര, മൂന്നാമത് കറുത്ത കുതിര, 4-ാമത് മഞ്ഞ നിറമുള്ള കുതിര. നമ്മൾ പഠിക്കാം. ഇത് എതിർ ക്രിസ്തുവിന്റെ ഇടപെടലിലുള്ള 4 വിധ അവസ്ഥകളെ സൂചിപ്പിക്കുന്നതാണ്. ഈ വെള്ളക്കുതിര ഇവിടെ വന്നപ്പോൾ നമ്മൾ ഈ 19-ാം അധ്യായം നമ്മൾ എടുത്താൽ 19-ാം അധ്യായം 11 മുതൽ വായിച്ച് 19-ാം അധ്യായത്തിന്റെ വ്യത്യാസം മനസ്സിലാക്കുന്നതിനെ 19-11 വായിച്ചോളൂ. തൽക്കാലം നിർത്താം. ഈ വെള്ളക്കുതിരയല്ല, ഈ വെള്ളക്കുതിര അതിൽ പുറത്തിരിക്കുന്നവരുമല്ല ഈ വെള്ളക്കുതിര. ഈ 19-ാം അധ്യായത്തിൽ കാണുന്ന വെള്ളക്കുതിരയും ആ വെള്ളക്കുതിര പുറത്തിരിക്കുന്നവർ നമ്മുടെ വാഴ്ചകൾ നിർത്താം. അവിടെ പറഞ്ഞിരിക്കും ദൈവോ വത്സരം എന്ന പേര്. മാത്രമല്ല അവൻ വിശ്വസ്തരും സത്യവാനുമാണ്. എന്നാൽ ഇവിടെ കാണുന്നത് എതിർ ക്രിസ്തുവാണ്. നമ്മള് എങ്ങനെയൊക്കെയോ അന്തിക്രിസ്തു എന്ന് പറയാം. അന്തിക്രിസ്തു എന്ന് ബൈബിളിൽ ഇല്ല. എതിർ ക്രിസ്തു എന്നാണ് ബൈബിൾ. ഇവിടെ സാഹിത്യം ഒന്ന് പ്രസംഗിക്കുമ്പോൾ ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞപ്പോ വേദോസം അറിയാൻ മേലാത്തവർക്ക് തർജ്ജമയിരിക്കുന്നുള്ളതുകൊണ്ട് അന്തിക്രിസ്തു ട്രാൻസ്ലേറ്റ്. ഇപ്പോഴും അന്തിക്രിസ്തു എന്ന് പറഞ്ഞു നടക്കുന്നത് ഇഷ്ടംപോലെ ആളുകൾ പുസ്തകമുള്ളൊക്കെ അങ്ങ് എഴുതി വെച്ചേക്കുന്നത്. അങ്ങനല്ല, എതിർ ക്രിസ്തു എന്നാണ് സ്തോത്രം തിരുവെഴുത്ത് പറയുന്നത്. നമ്മൾ എതിർ ക്രിസ്തു എന്നാണ് പറയുന്നത്. നമ്മൾ തിരുവെഴുത്ത് പരിശോധിച്ചാൽ ഇതിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ വാക്യം ഒന്ന് വായിച്ചാട്ട് മത്തായി 24:5 ആദ്യം വായിച്ചാൽ. മത്തായി 24:5. കണ്ടോ, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേക പേരെടുത്ത് വന്നവരെ
ഗ്ലൂക്കോസ് 21 കൊണ്ട് വായിച്ചിട്ടുള്ളൂ, ഉറപ്പിന് വേണ്ടി 2 വാക്യം വേണമെന്നില്ല. അനേകരല്ലേ പേരെടുത്തു വരും. സ്തോത്രം. മാത്രമല്ല യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ കുറിച്ച് വളരെ മുന്നറിയിപ്പുകൾ നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കറിയാമല്ലോ. സ്തോത്രം. അത് യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. യേശുക്രിസ്തു അനേകരും ഈ മനുഷ്യരെന്ന് പറഞ്ഞ ഒരു പാവങ്ങൾ ചിലപ്പോ സങ്കടവും എത്ര പലാസർ ലോറി ഒരാളിനെ കുറിച്ച് ഓർമ്മയിട്ടായിരിക്കുമോ? ഇല്ല, മറന്നുപോയി എല്ലാരും. എന്റെ ചെറുപ്രായത്തിൽ ഓർമ്മയുണ്ട്. കുറ്റാലം എന്ന് പറയുന്ന തമിഴ്നാട്ടിലൊരു സ്ഥലമുണ്ട്. കുറ്റാലം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പലാസർ ലോറി എന്ന് പറയുന്നത് അമേരിക്കക്കാരൻ. അങ്ങേരാണ് യേശു എന്ന് പറഞ്ഞ് വന്നു. അയാളാണ് ക്രിസ്ത്യൻ. എന്നിട്ട് ഇത്രാം ആണ്ടിൽ കർത്താവ് വരും. അത് കർത്താവ് വരുന്നത് ഈ കുറ്റാലത്താണ്. കുറ്റാലത്താണ് പറഞ്ഞ് പലാസർ ലോറിയിലൂടെ അതിന് ഒരു 3-4 മാസം മുമ്പേ വലിയൊരു കൂട്ട സായിപ്പന്മാരും മാതാന്മാരും ഇവിടെ വന്നു. ഇവിടെ വന്ന് കുറ്റാലത്ത് വന്ന് അമ്പടിച്ചിട്ട് യേശു വരും. ഇപ്പൊ യേശു ഈ വിവരം കെട്ടവന്മാരെ പിൻപറ്റാൻ നമ്മുടെ ആളുകളുണ്ട്. കാരണം നമ്മൾ ഈ മനുഷ്യര് പാവങ്ങൾ എത്രയോ പേര് ഞാൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ അമശിയാന്ന് പറഞ്ഞു നിർത്തുന്നുണ്ട്. തങ്ങൾ ദിവ്യന്മാരാണെന്ന് പറയുന്നവരെ നമുക്ക് വന്നു കഴിയും. നമ്മളൊരു കാര്യം മറക്കരുത്. ശുശ്രൂഷകന്മാരുടെ ദൈവം പ്രവർത്തിക്കുമെങ്കിലും ശുശ്രൂഷകന്മാർ ദിവ്യന്മാരാകുന്നില്ല. നമ്മളത് മറക്കരുത്. പക്ഷെ നമ്മള് ശുശ്രൂഷകന്മാർ ദിവ്യന്മാർ, പിന്നെ അവൻ പറയുന്ന വിവരക്കേടെല്ലാം വചനമായിട്ട് വിളിക്കുക. അങ്ങനെ ചെയ്യരുത്. ദൈവവചനത്തിന് മീതെ ആരുമില്ല. അനേക എതിർക്രിസ്തുക്കൾ ലോകത്തിൽ ഓൾറെഡി കടന്നു വന്നിട്ടുണ്ട്. അതല്ലേ ശ്ലോകം? അനേക എതിർക്രിസ്തുക്കൾ ലോകത്തിൽ ഓൾറെഡി വന്നു എന്നുള്ളത് മീൻസ് ദൈവവചനത്തിൽ പലപ്പോഴും ആവർത്തിച്ച് നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സാക്ഷാൽ എതിർക്രിസ്തു വരുമ്പോഴും ആരും സംശയിക്കാതെ ഇവരെ ഞാൻ ഉൾക്കൊള്ളുവാൻ ഇടയായി തീരും. ഓക്കെ, സ്തോത്രം. ഈ യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ 1-ാം നൂറ്റാണ്ടിൽ ലോകമുണ്ട്. ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞാൽ സൗകര്യ സ്തോത്രം. ദൈവവചനത്തിന് പുറത്തുള്ള ഏതെങ്കിലും കാര്യം പറയുന്നവരുണ്ടെങ്കിൽ അവനാരാണ്? ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരാ. അവൻ അത്ഭുതം ചെയ്യും, അടയാളം ചെയ്യും. അത്ഭുതം അടയാളം പോയേ അത് യൂറോവർഷിപ്പേഴ്സ്, അതിനായകന്മാരായ ആളുകളെ ആദരിക്കുന്നത് മനുഷ്യന്റെ ബലഹീനതയാണ്. യൂറോവർഷിപ്പേഴ്സ്. അതുകൊണ്ട് സഭയോട് ചേർക്കപ്പെട്ട അധികാരിക്ക് വലിയ അരിഷ്ടതയാക്കി പോയി. വലിയ അരിഷ്ടത. നിങ്ങൾ നോക്കുമെങ്കിൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അപ്രതീക്ഷിതമായി വലിയ കൂട്ടം ആളുകൾ അപ്രത്യക്ഷരാകുന്നു. എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. കുറേക്കൊക്കെ മനസ്സിലാവും. യേശുക്രിസ്തു വന്ന പോയാ ഇവിടെ അതിനെക്കുറിച്ച് ഒരു കമ്മീഷൻ വെക്കാൻ സാധ്യതയുള്ളൂ. ഇന്റർനാഷണൽ കമ്മീഷൻ ഒക്കെ വെക്കാൻ യുഎന്റെ നേതൃത്വത്തിലായിരിക്കാം സാധ്യതയുണ്ട്. ഞാൻ വിചാരിക്കും അതിൽ വരാൻ സാധ്യതയുള്ള ഒരു കൺക്ലൂഷൻ ആ റിപ്പോർട്ട് ഇങ്ങനെയായിരിക്കും. അതേ ജനജീവിതത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വിട്ടകന്ന് ഒരു പ്രത്യേക ജീവിതശൈലി സ്വീകരിച്ചിരുന്ന ഒരുപറ്റം ആളുകൾ
ജനജീവിതത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വിട്ടുനിന്ന് ഒരു പ്രത്യേക ജീവിത ശൈലി സ്വീകരിച്ച് പോയിരുന്ന ഒരു പറ്റം ആളുകൾ. അവർ ലോകത്തിൽ ജീവിച്ചെങ്കിലും ഈ ലോകത്തിലെ വ്യവസ്ഥിതികളിൽ കൂടാതെ പോയിരുന്ന ഒരു കൂട്ടം ആളുകൾ ഏതോ ഒരു 5 ഗ്രഹം ഭൂമിയോട് അടുത്ത് വന്നപ്പോൾ ആ തരത്തിലുള്ള ആളുകൾ അതിലേക്ക് അത് വലിച്ചെടുക്കപ്പെട്ടു പോയതായി. ഇപ്പൊ നമുക്ക് ഈ മനുഷ്യന്റെ ശ്രദ്ധ ഭൂമിയിൽ നിന്നാണ് ഇപ്പൊ സ്പേസിലുണ്ട് അല്ലേ? വലിയൊരു സ്പേസ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്ന സ്പേസ് സിറ്റി ഉണ്ടാക്കുമ്പോൾ ഓൾറെഡി ഞാൻ വായിച്ചത് എത്ര അവിടെ ചന്ദ്രനിൽ ഏക്കറകണക്കിന് ഭൂമി എന്ന് പറഞ്ഞ കാലങ്ങളിൽ കൂടെ ആളുകളെ കൊണ്ട് കാശ് പിടിപ്പിച്ചു എന്നൊക്കെ വായിച്ചത്. മനുഷ്യൻ ഇവിടെ നിന്ന് പോകണമെന്നൊരു ചിന്ത 5 ഗ്രഹങ്ങൾ അതൊക്കെയായി മനുഷ്യന്റെ ശ്രദ്ധ. അപ്പോൾ ഇവിടെ ഒരു കൂട്ടം, ശരിക്കും പറഞ്ഞ ഒരു കൂട്ടം നമ്മൾ ഒരു കൂട്ടം സാധുക്കളാണ്. എനിക്ക് പിന്നെയും ചിന്തിക്കുന്ന വേറൊരു കാര്യമുണ്ടാണ്. അതായത് പ്രമാണിമാരാരും പോകാൻ സാധ്യതയില്ല. ഈ പോപ്പിലെ പോലുള്ള ആളുകളോട് പോയാൽ കർദിനാളന്മാരെയും പോലെ സഭാധ്യക്ഷന്മാരും പ്രമാണിമാരും പ്രധാനികളും ഒക്കെ ആളുകളിൽ പോയാൽ അവരങ്ങനെ എഴുതുന്നത് അവർക്ക് കാര്യമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കും. ഈ രീതിയിൽ എഴുതുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് ശരിയാണോ? ലോകത്തിലെ എല്ലാ ലൗകിക വ്യാപാരങ്ങളിലും അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിയാണോ നമുക്ക്? പാഠചേർത്തവരെ പ്രസാദിപ്പിക്കേണ്ടതിന് ജീവിത കാര്യങ്ങൾ ഇടപെടുന്നത് തന്നെ കുരുങ്ങിപ്പോകുന്നില്ലെന്ന് ആഗ്രഹിക്കും. കുരുങ്ങിപ്പോകുന്നില്ല. അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ പോകുന്നത്. അവിടെ എത്ര ഭൗമിക ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ടെങ്കിലും സ്ഥാനവും പദവിയും ചുമതലകളും സമ്പത്തും സ്ഥാനമാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം കച്ചവടമാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ പോകരുത്. പൗലോസ് പറഞ്ഞെന്താ? ചവറ് ആ മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു കൂട്ടം മാത്രമല്ല, പിന്നെയും എന്റെ മനസ്സിൽ സാധാരണ സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചിന്തയുണ്ട്. എണ്ണത്തിൽ ഏറ്റവും അധികം പേര് കർത്താവിനനുസരിച്ച് ചേർക്കപ്പെടാൻ സാധ്യതയുള്ള രാജ്യങ്ങളിൽ അമേരിക്ക തന്നെയാണ്. അവര് നമ്മളെ പോലല്ല. നമ്മളെ പാമ്പഴി കാണുമ്പോൾ തരി നിന്റെ കറവ് വാരം കാണിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മളെ അവസരം പോലും നമ്മുടെ ആളുകൾ അമേരിക്കയിൽ കുടിയേറിയ ആളുകൾ തന്നെ അവിടെ കേവലന്മാരെ ആൾക്കായതോട് അവരുടെ മനസ്സിൽ പ്രധാനമാണ്. വേണ്ടമല്ല, കേവലന്മാരായിക്കോട്ടെ, ഉന്നതന്മാരായിക്കോട്ടെ, പക്ഷേ അതിനേക്കാൾ പ്രധാനം നിത്യജീവനാണെന്നുള്ളത് മറന്നുപോകും. ശ്രദ്ധിക്കണേ. ഞാന് വായിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ അത്ഭുതപ്പെടുത്തുള്ളൂ. ഞാൻ എവ്രിബഡി സമയത്ത് എവ്രിബഡി എന്ന് പറയുന്ന ഒരു മാഗസിൻ ഞങ്ങളുടെ ഇന്റർനാഷണൽ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്. എവ്രിബഡി. ഒരു ദിവസം ഞാനത് വായിച്ചപ്പോൾ അതിനകത്ത് ഒരു ലേറ്റസ്റ്റ് എഡിറ്റർ കണ്ടു. ഇന്ത്യയിലെ സുവിശേഷീകരണത്തിന് പണം വേണം, സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞ ഒരു അപ്പീല് TV അന്നത്തെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ജാക്കി മക്കാലിസ്റ്റർ കൊടുത്തപ്പോൾ ഒരു കപ്പിൾ, ഇത്ര പ്രായമുള്ളവരാ, ഭാര്യ ഭർത്താവ് സായിപ്പുമാരാണ്. അവര് TV ഇത് കണ്ടോണ്ടിരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന വരുമാനം അനുസരിച്ച് എല്ലാ കർത്താവിന് വേദികളൊക്കെ കൊടുത്തു. അവിടെ ബില്ലുകളെല്ലാം അടച്ചു കഴിഞ്ഞു. അവിടെ കയ്യിൽ അടക്കി ഇന്ത്യയിലേക്ക് അയക്കാൻ പണമില്ല. എന്തു ചെയ്യും? ഇന്ത്യയിലെ സുവിശേഷീകരണത്തിന് തടസ്സമാകുന്നല്ലോ. രക്തകാൽസത് വളരെ കൃത്യമായ ഭാഷയിൽ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞപ്പോൾ
ഇവർ ആലോചിച്ചു എന്ത് ചെയ്യാനൊക്കെ അവിടെ ആരും ഒരു നിർദ്ദേശം പറഞ്ഞു, നമുക്ക് ഈ കളർ ടെലിവിഷൻ എന്തിനാ? അവര് രണ്ടാഴ്ച മുമ്പേ ആ കളർ ടെലിവിഷൻ വാങ്ങിച്ചു. അവർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷനാണ്. നമുക്ക് ഇതിനെ കളർ ടെലിവിഷന്റെ ആവശ്യമില്ല, നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ. നമുക്ക് ഇത് കൊണ്ട് നാളെ രാവിലെ കിട്ടുന്ന ഡീലറിട്ട് കൊടുക്കാം. നമ്മുടെ ആ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ മേടിച്ചോട്ട് ഇതൊന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് പൈസ കിട്ടുമല്ലോ. അത് നമുക്ക് ഇന്ത്യയിലെ സുവിശേഷകരയ്ക്ക് അവരതിനെ തീരുമാനിച്ചു. അവരതിന് തീരുമാനിച്ച് പിറ്റേന്ന് രാവിലെ ഈ കളർ ടെലിവിഷൻ ഊരിക്കൊണ്ട് അടിയിൽ നടത്തിയിരുന്നു. അത് കൊടുത്തേച്ച് അവര് തന്നെ അവിടെ കൊടുത്തിരുന്ന ആ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ മേടിച്ചോട് തിരിച്ചു വന്നു. ആ കിട്ടിയ നല്ലൊരു തുക ഇന്ത്യയിലെ സുവിശേഷകർക്ക് വേണ്ടി അയച്ചിട്ട്, ഇങ്ങനെയാ ഞങ്ങൾ ഉണ്ടാക്കിയത്, ഞങ്ങൾക്ക് ഇത്ര ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവരാ കവറിംഗ് ലെറ്റർ അയച്ചിരുന്നത്. അതിന്റെ അതേപോലെ തന്നെ ഫോട്ടോ എടുത്ത് ഈ മാഗസിനകത്ത് പബ്ലിഷ് ചെയ്തിരുന്നു. അത് വായിച്ചപ്പോ ഭയങ്കര വിളിക്കുന്നു. ആ പണം ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ കളർ ടെലിവിഷൻ മാറ്റി പ്ലാസ്മ ടെലിവിഷൻ ആക്കാനാ ഇവിടുത്തെ സഭാനേതാക്കന്മാരൊക്കെ ശ്രമിക്കുന്നതെന്നുള്ളത് ഭയങ്കര കഴിവുന്നു. അന്ന് ഡൽഹിയിൽ ഒരു സമയം പൊതുവായി പറയുന്നത്, ഞാൻ പേര് പറയുന്നില്ല, മന്ത്രിമാർ താമസിക്കുന്നതിനേക്കാൾ ലാവിഷായി താമസിക്കുന്ന സഭാ നേതാക്കന്മാരുണ്ട്. മന്ത്രിമാർ താമസിക്കുന്നതിന് വെറുതെന്റെ മൈൻഡ് ഒക്കെ ഇവിടുത്തെ പണം എന്നുള്ളത്. ഞാനൊരിക്കൽ ഓക്ലഹോമയിലൂടെ ചില യോഗങ്ങൾക്ക് വേണ്ടി തന്ന സാർ, ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി വലിയ സ്നേഹമാണ്. അവന് വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു യോഗത്തിലൂടെ കൊണ്ടുപോവാ. ഭാര്യ ഭർത്താവുമായി വണ്ടി ഓടിക്കുന്നുള്ളവർ, പക്ഷെ അവർ പുസ്തകം കാണുന്നു. 2 ചെറിയ വണ്ടികളും ഒരു വലിയ പുതിയ വണ്ടിയും. സാമ്പത്തികമായി മെച്ചപ്പെട്ട ആളുകൾ. ഞങ്ങൾ പോകുമ്പോൾ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ കയറി ഗ്യാസ് ഫില്ല് ചെയ്യാൻ കയറിയപ്പോൾ ആ ഗ്യാസ് സ്റ്റേഷന്റെ കുറെ അപ്പുറത്തോട്ട് മാറി ഒരു പ്രായമുള്ള ഒരു മനുഷ്യനും ഒരു സായിപ്പും ആ പെട്രോൾ ടാങ്കിലെ 2 ജോലിക്കാരെ കൂടി ഒരു പഴയ കാർ തള്ളി സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ അദ്ദേഹത്തെ അറിയാം. എന്റെ സ്ത്രീകൾ എന്നെ കൊണ്ടുപോകുന്നു. ഒരു കൈ സഹായം ചെയ്യണമെന്ന് ചോദിച്ചു. ഉടനെ ഞാൻ പറയുന്നത് പറഞ്ഞെങ്കിലും മനസ്സിലായി പറയുന്നത്, thank you for your concern. We really are bothering for this small car എന്ന് പറഞ്ഞ് ഞങ്ങളുടെ 3 പേര് ഇതിന് തള്ളാൻ കൂടുതലാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു മീറ്റിംഗ് താമസിച്ചു പോയപ്പോൾ ആ സഹോദരനോട് പറഞ്ഞു, ഓൾ റോബർട്ട്സ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറായിരുന്നു. അത് വിട്ടിട്ട് ആഫ്രിക്കയിൽ പോയി സുവിശേഷകരം ചെയ്യുക. പ്രായമായപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വന്ന് ഒരു ചെറിയൊരു അപ്പാർട്ട്മെന്റ് വാങ്ങിച്ച് അതിൽ താമസിക്കുക. കയ്യിലുണ്ടായിരുന്ന ചെറിയ കാശുകൊണ്ട് ഈ പഴയ കാലമാണ്. ആ മനുഷ്യൻ തനിക്കുള്ളതെല്ലാം കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടിയും കർത്താവിനെ സ്നേഹിക്കാനും ചെലവഴിച്ചു. എന്റെ സ്നേഹിതൻ എന്നോട് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ലജ്ജാവും. ഒരു വഷളന്മാരാണെങ്കിൽ വഷളന്മാർ, ഭക്തന്മാരാണെങ്കിൽ ഭക്തന്മാര്.
മാത്രമല്ല, ഒരു പ്രതിസന്ധി തരണം ചെയ്യുന്ന കാര്യത്തിൽ അവർ വളരെ പഴയ. ഞാനൊരു വിദേശ രാജ്യത്ത് അറിയുമ്പോഴാണ് ബോംബെയിലെ ഒരു ട്രെയിനിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ബോംബ് കൂട്ടി അവർക്ക് 10-20 പേര് മരിച്ചത്. അതിന്റെ പിറ്റേ ദിവസം അതേ ട്രെയിൻ, അതേ ഇലക്ട്രിക് ട്രെയിനിൽ ആളുകൾ പുറത്തോട്ട് ഞാന്ന് തൂങ്ങിക്കിടന്ന് പോകുന്ന പടം അവിടെയുള്ള ടെലിവിഷനിൽ പരസ്യപ്പെടുത്തി താഴെ ഇന്ത്യൻസ്, ഇന്ത്യക്കാരുടെ ധൈര്യം. ഒരു പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് നമ്മൾ വളരെ മുമ്പിലാണ്. അമേരിക്കക്കാരെല്ലാം വളരെ കുറവുണ്ട്. ന്യായത്തിന സംഭവത്തിന് ശേഷം അവിടെ മനസ്സിനെ ഭീതി പിടിച്ചിരിക്കുക. വർഷങ്ങൾക്ക് ശേഷം 2004 ലഭിക്കുന്ന ഏഷ്യൻ വിശുദ്ധമാണ് പേരിയ. അങ്ങനെയുള്ള ആ രാജ്യത്ത് നിന്ന് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ കാകളം ധരിക്കുമ്പോൾ അത്ഭുതകരമായി അപ്രത്യക്ഷരായ പിറ്റേ ദിവസത്തെ അവസ്ഥ നിങ്ങൾ നോക്കുകൊള്ളിക്കും. അമ്പരക്കം നിൽക്കുകയായിരിക്കും. അങ്ങനെ അമ്പരക്കം നിൽക്കുമ്പോൾ ഇന്നും ലോകത്തിന്റെ പോലീസ് കളിക്കുന്ന പോലെ അവരെ ഗവനിക്കും. ലോകം മുഴുവൻ അവസ്ഥയുണ്ടാകും. ആ സമയത്ത് വിക്രമനായ ഒരു ഭരണാധികാരി രംഗത്ത് വരും. വിക്രമനായ ഒരു ഭരണാധികാരി രംഗത്ത് വന്ന് സമാധാനം പറഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്. അവന് വന്ന് ആളുകളെ മുഴുവൻ വശീകരിച്ച് വശത്താക്കി അവൻ ഇവിടെയുള്ള ഭാരതം പിടിച്ചെടുക്കും. അവന് പറയുന്ന പേരാണ് ക്രിസ്തു. ഇവ വരുന്നത് വെള്ളക്കുതിരപ്പുറത്തായിരിക്കും. സമാധാനം പറയും. വെള്ള സമാധാനത്തെയും നിർമ്മലതയെയും നീതിയെയും ഒക്കെ കാണിക്കുന്നില്ല. സമാധാനം പറഞ്ഞുകൊണ്ട് ഇവന് വരുമ്പോൾ എല്ലാവരും അവരെ അങ്ങ് അംഗീകരിക്കും. ഇവനെ കുറിച്ച് ദൈവവചനത്തിൽ വളരെ വളരെ കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോ അധികം ഇവനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. ദാനിയേൽ 11:21 മുതൽ വായിക്കാമോ? ദാനിയേൽ 11:21 മുതൽ. കേട്ടോ, ഇത് അവന് അധികാരം കൊടുക്കാൻ ഇവരാരും ആഗ്രഹിച്ചിരുന്നതല്ല. ഉപായ രൂപേണ വന്ന് എല്ലാവരെയും നാട്ടിലാക്കി അധികാരം കൈക്കലാക്കും. വഞ്ചകരാണ്. നീ അവരെ തിരുവനന്തപുരത്തേക്കുന്ന പേരുകളൊക്കെ ഉണ്ട്. അപ്പൊ ആദ്യം വെള്ളക്കുതിരപ്പുറത്തായിരിക്കും വരുന്നത്. അതാണ് ഇവിടെ നിൽക്കട്ടെ. ഞാൻ വെള്ളക്കുതിരെ കണ്ടു. അതിനുമേൽ എനിക്ക് കയ്യിൽ ഒരു വില്ലുണ്ട്. അമ്പില്ല, ഉണ്ടയില്ലാത്ത റോക്ക്. See, the semblance of power, but no power as such. അധികാരവും ശക്തിയും ഒട്ടത്തുള്ള ഒരു ഭാവമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ശക്തനല്ലതാണ്. അടുത്തതല്ലേ, അവനൊരു കിരീടവും ലഭിച്ചു. വന്നപ്പോ ഒരു കിരീടമില്ല. ഇവൻ കുതിരപ്പുറത്ത് രംഗപ്രവേശം ചെയ്യുമ്പോൾ അവനെന്തില്ല? കിരീടമില്ല, അധികാരമില്ല, രാജ്യത്വമില്ല. എന്നാൽ അവനൊരു കിരീടം ലഭിച്ചു. അതാണ് അവര് അധികാരം കൊടുക്കാൻ ഇവരാരും ആഗ്രഹിച്ചിരുന്നതല്ല.
പക്ഷെ അവർ ഉപായ രൂപേണ വന്ന് സമാധാനകാലം പറഞ്ഞ് എന്ത് ചെയ്യും? അധികാരം കൈക്കലാക്കും. അവർ കിരീടവും ലഭിച്ചു. എന്നിട്ടോ അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവൻ വഞ്ചനാപരമായ നടപടികളിൽ അധികാരം കൈക്കിടാം. എല്ലാവരും എന്റെ കൊടുത്ത ലോകത്തിൽ വിശ്വസിക്കേണ്ട പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഇന്ന് അന്താരാഷ്ട്രീയ സ്ഥിതിഗതികൾ പരിശോധിച്ചാൽ ആകെക്കൂടി ആടിക്കുടിക്കുമല്ലാത്ത ഒരു സാഹചര്യമാണ്. അല്ലാതെ നമുക്കൊരു കാരണം ഇനി ഈ ഇതൊക്കെ സ്വാനായിരിക്കുമെന്നതിന് വേറെ ഇസ്രായേലിനെ പോലും അവരെ അംഗീകരിക്കണം. അംഗീകരിക്കാൻ നോക്കുകയല്ലേ? ഇസ്രായേലിനെ അവരെ അംഗീകരിക്കും. അത്ര തന്ത്രപരമായിട്ടായിരിക്കും അവർ ഇടപെടുന്നത്. അന്ന് ഇസ്രായേലിനെ അവരെ അംഗീകരിക്കുന്നതിന് കാരണമുണ്ടാകും. അത് ഇവര് മനസ്സിലാവും ഇസ്രായേലിനോട് എതിർത്ത് നിന്നത് കാര്യം നടക്കില്ല. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് തിയോളജിസ്റ്റ് പറയുന്നത് ഇവരൊരു സിറിയൻ ജ്യൂ ആയിരിക്കും എന്നാണ് ഒരു നിഗമനം. ഒരു ജ്യൂ ആയതുകൊണ്ട് അവരെ സ്വീകരിക്കും. ഒരു സിറിയൻ ജ്യൂ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് ഇവന്റെ നാഷണാലിറ്റിയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിനോദത്തിൽ ചിന്തിക്കാം അതിനെ കുറിച്ച്. ദിവസം വെളിപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾ ഏതായാലും തന്ത്രപരമായി മറ്റുള്ളവരെ പാട്ടിലാക്കാൻ ശേഷിയുള്ളവരായിരിക്കും. അവരെ അമേരിക്ക പാപ്പരാകും. പാപ്പരാകുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, യോഗ്യന്മാരായ ആളുകളെല്ലാവരും പെട്ടെന്ന് അപ്രത്യക്ഷരാകുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമല്ല. അരാജ്യഭാഗം താഴ്ച നിൽക്കുമ്പോൾ അമ്പരന്ന് നിൽക്കുകയായിരിക്കും. അവരുടെ സാമ്പത്തിക സ്ഥിതിയും വളരെ അധപ്പതനത്തിലാണ്. ഇപ്പോൾ ചൈനയുമായുള്ള വ്യാപാര യുദ്ധമൊന്നും ട്രംപിന്റെ പുതിയ നടപടിയിലും ട്രംപ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെയൊക്കെ പറയും. ട്രംപ് എക്കണോമിക്സ് ഇതിന്റെ അവിടെ ഫലം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു കാര്യം ഉറപ്പാണ്, കാലുവരി അധികമില്ല. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ചൈനക്കാർ സാമ്പത്തികമായി വളരെ മുൻപന്തിയിലാണ്. മാത്രമല്ല ഒരു ഡിസിപ്ലിൻഡ് ലേബർ ഫോഴ്സ് അവരിലുണ്ട്. ചീപ്പ് ബട്ട് ഡിസിപ്ലിൻ ലേബർ ഫോഴ്സ്. അങ്ങനെ ഒരു ചീപ്പ് ഡിസിപ്ലിൻ ലേബർ ഫോഴ്സ് ഭൂമി വേറെ അടുത്തില്ല, അമേരിക്കയിലില്ല. അവിടെ മിനിമം വേജസ് വേണം, അത് നിയമമാണ്. അതുകൊണ്ടാണ് ചൈനീസ് ഗുഡ്സ്, ചൈനീസ് സാധനങ്ങൾ ലോകം മുഴുവൻ നിറയും. അപ്പോൾ അവര് തമ്മിലുള്ള ഈ വാണിജ്യ ഏറ്റുമുട്ടൽ, വാണിജ്യ മേഖലയുള്ള ഏറ്റുമുട്ടൽ ആത്യന്തികമായി എങ്ങനെയായിരിക്കും പരിണമിക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ അറിഞ്ഞുകൂടാ. കാര്യങ്ങൾ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിന് നന്ദിയാണ് ഇതൊക്കെ എന്നുള്ളത് മനസ്സിലാക്കാം. ഒരു കാര്യം മറക്കണ്ട, ഇനി അധികം ആളുകൾ ഈ ഭൂമി ഇതുപോലെ തുടരുവാൻ കഴിയുന്നതല്ല. കർത്താവിന് വരവ് വളരെ അടുക്കെ വാതിൽക്കൽ തന്നെയാണെന്നുള്ളതിന് രണ്ടു പക്ഷമില്ല. അപ്പോൾ ഇതിൽ ക്രിസ്തുവിന്റെ രംഗപ്രവേശനത്തിന് വേണ്ടി ലോകം മുഴുവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അനേകം വന്നു, അവരാരും യഥാർത്ഥത്തിൽ ആർക്കാരുടെയും ചെലുത്തിയതിനേക്കാളും വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ടായിരിക്കും ഇവൻ രംഗം പ്രവേശിച്ചത്. ശ്രദ്ധിക്കണേ, പറഞ്ഞു ഇസ്രായേൽ അവരെ അംഗീകരിക്കുന്നതിന് രണ്ട് കാരണങ്ങൾ ഉണ്ടായിരിക്കും. ഒന്ന്, ഇസ്രായേൽ അവർ മടങ്ങി വന്നെങ്കിലും അവിടെ രാജ്യം സ്ഥാപിച്ചെങ്കിലും രണ്ട് കീറാവുറ്റി പ്രശ്നങ്ങൾ പോലെ അവർ വരുന്നുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, ഡിക്ലെയർ ചെയ്തെങ്കിലും ജെറുസലേം പ്രായോഗിക തലത്തിൽ എല്ലാ നിലയിലും അവരുടെ അധീനത്തിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല. പ്രായോഗിക തലത്തിൽ അവര് പ്രൊക്ലമേഷൻ ഉണ്ട്, ജെറുസലേം ഞങ്ങളുടെ തലസ്ഥാനമായിരിക്കും. അമേരിക്കക്കാർ അവരെ എംബസി അങ്ങോട്ട് മാറ്റി, അതൊക്കെ ശരിയാണ്. പക്ഷേ പ്രായോഗിക തലത്തിൽ അങ്ങനെ ആകുവാൻ കഴിയുന്നതല്ല. രണ്ടാമത്തത്,
അവര് ദൈവാലയം പണിയുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ദൈവാലയം പണിയുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കുകയെ അത് ഒരു മത അധിഷ്ഠിത രാജ്യമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞു ഒരു വംശീയ ഐഡന്റിറ്റിയാണ്, വംശീയ തനിമയാണ് ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം. ശരിയല്ലേ? ഒരു വംശീയ തനിമ, റേഷ്യൽ ഐഡന്റിറ്റി. ആ റേഷ്യൽ ഐഡന്റിറ്റിക്ക് അവരുടെ സ്പിരിച്വൽ ഐഡന്റിറ്റി പ്രധാനമാണ്. ആ റേഷ്യൽ ഐഡന്റിറ്റിയുടെ നിലനിൽപ്പിന് സ്പിരിച്വൽ ഐഡന്റിറ്റി, അല്ലെങ്കിൽ സ്പിരിച്വൽ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് റിലീജിയസ് ഐഡന്റിറ്റി. അപ്പോൾ അവരുടെ റിലീജിയസ് ഐഡന്റിറ്റി ഉറപ്പിക്കപ്പെടണമെങ്കിൽ അവരുടെ ദൈവാലയം സ്ഥാപിക്കപ്പെടണം. എന്നാൽ ഇന്നുവരെ അവർ ദൈവാലയം പണിയുവാൻ കഴിഞ്ഞിട്ടില്ല. എന്താ കാര്യം? കാശില്ലേ? അതിന്റെ കാര്യം നമുക്കറിയാമല്ലോ. സ്തോത്രം. ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്നതും പിന്നെ ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്നതും മോറിയയിലുള്ള അൽ അക്സ ദൈവാലയം നിൽക്കുന്ന ആ ഭാഗമാണ്. ഏറ്റവും പ്രശ്നം അവിടെയാണ്. അൽ അക്സ ദൈവാലയം. അൽ അക്സ ദൈവാലയം എന്ന് പറഞ്ഞാൽ ഓമർ എന്ന പേരുണ്ടായിരുന്ന ഒരു മുസ്ലിം നേതാവ് പണിത മോസ്കാണ് അൽ അക്സ ദൈവാലയം. ആ ദൈവാലയം യെരുശലേമിലെ ദൈവാലയം നിന്നിരുന്ന സ്ഥലത്താണ് പണിയപ്പെട്ടിരിക്കുന്നത്. യെരുശലേം ദൈവാലയം നിന്നിരുന്ന സ്ഥലത്താണ് പണിയപ്പെട്ടിരിക്കുന്നത് അൽ അക്സ ദൈവാലയം. അത് ഇടിച്ചു കളഞ്ഞേച്ച് അതേ സ്ഥലത്ത് ദൈവാലയം പണിയുക എന്ന് പറയുന്നത് ചിന്തനീയമല്ല. കാര്യം ഇന്ന് ലോകത്തിൽ മുസ്ലിം സമൂഹം വലിയൊരു കൂട്ടമാണ്. ആ മുസ്ലിം ലോകത്തെ മുഴുവൻ ശത്രുക്കളാക്കിക്കൊണ്ടുള്ള ആ ഒരു നടപടിയെ ലോകരാജ്യങ്ങൾ ആരും അനുകൂലിച്ചെന്ന് വരികയില്ല. എന്നാൽ സഹോദരങ്ങളെ ശ്രദ്ധിച്ച് ഒരു സാധ്യതയുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആർതർ ഹോഫ്മാൻ എന്ന് പറയുന്ന ഒരു ഗവേഷകന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘം ഈ അൽ അക്സ ദൈവാലയത്തിന്റെ ഭാഗത്ത് സീസ്മോളജിക്കൽ സർവേ നടത്തി. സീസ്മോളജിക്കൽ സർവേ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മുകളിൽ ഇരുന്ന് അടിഭാഗമൊക്കെ കാണാവുന്ന സർവേയാണ്, ഒരു എക്സ്റേ പോലെ. ആ സർവേ നടത്തിയപ്പോൾ ഇപ്പോൾ ഈ മുസ്ലിം പള്ളി അൽ അക്സ ദൈവാലയം ഇരിക്കുന്നിടത്തു നിന്ന് 332 അടി വടക്കോട്ട് മാറി ഭൂമിക്കടിയിൽ സമചതുരാകൃതിയിലുള്ളതും 40 ടൺ വരെ തൂക്കം വരാവുന്നതുമായ വലിയ കല്ലുകൾ നിരനിരയായി കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. 332 അടി വടക്കോട്ട് മാറിയാണ്. ഇത്രയും വടക്കോട്ട് മാറി ഒരു കല്ലിന് 40 ടൺ വരെ തൂക്കം വരാമെന്നാണ് അവരുടെ വിലയിരുത്തൽ. നിരനിരയായി കിടക്കും. അതൊരു നാച്ചുറൽ ഫോർമേഷൻ അല്ല. ആരോ അവിടെ ആ കല്ലുകൾ നിക്ഷേപിച്ചത്. അതിനൊറ്റ വിശദീകരണമേ ഉള്ളൂ. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത വിശേഷപ്പെട്ട വലിയ കല്ലുകൊണ്ട് ശലോമോൻ ദൈവാലയത്തിന് അടിസ്ഥാനപ്പെട്ടു. കർത്താവ് ദൈവാലയത്തിന്റെ നാശത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കില്ല. യെശയ്യാവിന്റെ പ്രവചനം 6-ാം അധ്യായത്തിൽ പറയുമ്പോൾ കരിമരവും കരുവേലവും വെട്ടിയാൽ ഒരു കുറ്റി ശേഷിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. അതുകൊണ്ട് കല്ലിന്മേലുള്ള കല്ലുകളെല്ലാം ഇടിഞ്ഞു പോയെങ്കിലും കുറ്റി ശേഷിക്കുന്നത് പോലെ അടിസ്ഥാന കല്ലുകൾ അവിടെ കിടപ്പുണ്ടെന്നും ഒരു ധാരണ ഉണ്ടാക്കിയ, ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയ, നിങ്ങളെ ഇടിക്കുന്നില്ല, അവരത് പറഞ്ഞോട്ടെ, അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ മുസ്ലിം പള്ളി ഇടിക്കാതെ അവിടെ യെരുശലേമിലെ ദൈവാലയം പണിയാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വളരെ ഇറങ്ങിയതാണ്. എന്നാൽ അത് ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളത് കൊണ്ടാണ്
അതിലധികം മനസ്സിൽ ടൈം മാഗസിൻ ആദ്യം വരെ കുറിച്ചൊരു വിഷയം ഒരു റിപ്പോർട്ട് വിളിച്ചിരുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ അത് നമസ്കരിക്കപ്പെടും. ഇന്ന് ലോകത്തിലുള്ള ഈ വാർത്താ മാധ്യമങ്ങൾ ശരിക്കും സെൻസേർഡാണ്. നമ്മൾ എന്തറിയണമെന്നുള്ളത് അധികാരികളാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് യാഥാർത്ഥ്യമായതുകൊണ്ട് ബൈബിളിൽ നിന്നും നമുക്ക് ഇതിന് തെളിവ് കിട്ടുന്നുണ്ട്. നേരത്തെ കൂട്ടിയാണ് പറയുന്നതെങ്കിലും സന്ദർഭം അനുസരിച്ച് ഇത് ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. ഒന്ന് വേറെ വായിച്ചേ. വളരെ നന്ദി. നിന്നുപോയ ഒരു തോന്നലെങ്കിൽ നീ എന്നിട്ട് ആരെയും ജാതിയുടെ അത് നമസ്കരിക്കുന്നതിനെ അളക്കാം. പ്രാകാരം അളക്കണ്ട അവിടെ ജാതികൾ എന്ന് പറഞ്ഞാൽ ദൈവാലയത്തിന് പ്രാകാരഭാഗം ഇല്ലാതെ പ്രാകാരഭാഗത്ത് ജാതികൾ നിൽക്കുന്നത് അപ്പുറത്ത് ദൈവാലയത്തിൽ ഇസ്രായേലിയർ സത്യദൈവത്തെ നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാകുമെന്നുള്ളത് മുൻകൂട്ടി പ്രവചിച്ചിരിക്കുന്നു. അധികാരിയായ ഒരുവൻ ബുദ്ധിമാനും തന്ത്രശാലിയുമായ ഈ എതിർ ക്രിസ്തു രംഗത്ത് വന്നിട്ട് ഈ മുസ്ലിം ലോകം നിങ്ങൾ വേണ്ടുണ്ടാകണ്ട, നിങ്ങളെ വിളിക്കില്ല. അവരവിടെ വന്നോ സമാധാനമാവേണ്ട, വെള്ളം കുതിരല്ല. അങ്ങനെ പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, അത് നടപ്പാവൂ. അതോടുകൂടി ഇസ്രായേൽ ഇസ്രായേലിനും അവനെ അംഗീകരിക്കുവാൻ അത് കാരണമാകും. യെരൂശലേം തലസ്ഥാനമാക്കുവാനും പിന്നെ അവരെ ദൈവാലയം പണിയുവാനുമുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാമെന്നുള്ള വാഗ്ദത്തം കിട്ടുന്നതോടെ ഇസ്രായേലിയർ ഈ വെള്ളക്കുതിരപ്പുറത്തിരിക്കുന്നവരെ വെള്ളക്കുതിരപ്പുറത്തിരിക്കുന്നവരായി തന്നെ അംഗീകരിക്കുകയും അധികാരം തുടങ്ങി അവരെ കിരീടം കിട്ടും. ഇതാണ് എതിർക്രിസ്തു. പക്ഷെ ഒരു കാര്യമാണ്, തൊട്ട് താഴെ വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇതാ സ്തോത്രം. കുറച്ച് കഴിയുമ്പോൾ ചുവന്ന കുതിരയായി, പിന്നെ കറുത്ത കുതിരയായി, പിന്നെ മഞ്ഞ കുതിരയായി ആളുമാറും. എതിർക്രിസ്തുവിന്റെ സാന്ദർഭികമായുള്ള മാറ്റമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ക്ലിയറില്ല. നമ്മള് ഇവിടെ വന്ന് നിൽക്കുന്നുവെന്ന് നിങ്ങളൊന്ന് ഓർച്ചു നോക്കണം. നമുക്കിനി വീടോട് വീടും വയലോട് വയലും കൂട്ടി ഇവിടെ സുഖമായി ദീർഘകാലം പാർക്കാം, തലമുറയായി പാർക്കാമെന്ന് നമ്മൾ വ്യാപരിക്കേണ്ട. അത് നമുക്ക് പ്രധാനമല്ല. എത്രയും വേഗം കർത്താവിനെ കാണാനൊരുക്കുകയും കർത്താവിന്റെ നിലയ്ക്ക് ചേർക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഏറ്റവും പ്രധാന ചിന്ത. ഒന്നാമതൊരു പൊട്ടിക്കാറായി. സഭ ഇവിടുന്ന് അതിനു മുമ്പേ ചേർക്കപ്പെടണം. ഇവിടെ കയറി വരിക, ശബ്ദത്തിൽ നമ്മൾ ചേർക്കപ്പെടുകയും ഒന്നാമതൊരു പൊട്ടിക്കുമ്പോൾ സ്തോത്രം എതിർ ക്രിസ്തു മരണം ഏറ്റെടുക്കുവാനുള്ള തയ്യാറെടുപ്പോടുകൂടി രംഗത്ത് വരികയും ചെയ്യുമെന്നുള്ളത് തിരുവെഴുത്ത് മുൻകൂട്ടി നമുക്ക് വെളിപ്പാട് തന്നിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു. ഉണർന്ന് തലപൊക്കുക, ഒട്ടും അമാന്തിക്കരുത്. സ്തോത്രം. എപ്പോൾ കാഹളം ധരിച്ചാലും കർത്താവിന്റെ ചേർക്കപ്പെടുവാണ് ഒരുക്കം നമ്മുടെ ഭാഗത്ത് നിർബന്ധമായി ഉണ്ടാകണമെന്ന് ഈ തിരുവചന സത്യങ്ങൾ നമ്മളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. അങ്ങനെ ഒരുക്കത്തോടെ കർത്താവ് എതിരേൽപ്പാൻ കർത്താവ് കൃപ ദൈവത്തെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രാർത്ഥിക്കാം.